Hello all, welcome all of you. Welcome to CUET Tutorium, Kerala's #1 test taking platform for CUET. My name is Christy Vergas. More about me you can see here. I'm the author of few books on general aptitude and speed maths, and I have trained 2 lakh plus learners in the last 10 years for different competitive exams. And the YouTube channel Christy's classes that I'm running, in that you can see many of the speed math trick videos and also many aptitude question explaining video. So those of you want to check out that can check out that also. So let us start today's session. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ മാത്സ് ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസുമാണ്. 35 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ 35 ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോവാണ്. ബ്രീഫായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സും നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ അതിൻ്റെ ബ്രീഫ് സൊല്യൂഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ സൊല്യൂഷൻസ് വേഗം ഡിസ്കസ് ചെയ്യാൻ ഞാൻ CUET ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ഫ്ലാഷ് കാർഡ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് വേഗം കോൺസെപ്റ്റ് പറഞ്ഞു പോകാം. സോ ദാറ്റ് യു ക്യാൻ റെഫർ ദാറ്റ് ഫ്ലാഷ് കാർഡ് ലേറ്റർ ഓൾസോ ഫോർ യുവർ ഫർദർ ലേണിംഗ് ഫോർ എനി അതർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഓൾസോ. Okay, so first question ഇതായിരുന്നു, if sin A is equal to 4/5, then 3 minus tan A into 2 times 2 plus cos A is equal to. ടെസ്റ്റ് എഴുതിയവര് ഇതിന് ആൻസർ കിട്ടിയെങ്കിൽ ഒന്ന് കോമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാമോ? ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ റെക്കോർഡിങ് കാണുന്ന സമയത്ത് ഇഫ് യു ക്യാൻ മെൻഷൻ ദ ആൻസർ ഇൻ ദ കോമൻറ്റ് സെക്ഷൻ, ദാറ്റ് വിൽ ബി വണ്ടർഫുൾ, ബിക്കോസ് ദാറ്റ് വിൽ ഹെൽപ്പ് അതേഴ്സ് ഓൾസോ ടു കമ്പയർ. എത്ര പേർക്ക് ശരിയാകുന്നുണ്ട്, എത്ര പേർക്ക് നിങ്ങൾ ചിന്തിച്ച പോലെ തന്നെ എത്ര പേര് മറ്റുള്ളവർ ചിന്തിച്ചു. അല്ല, ടെസ്റ്റ് എഴുതിയിട്ടില്ലാത്തവരും ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവരും just pause the video and try the question and try to comment the answer so that you can cross check whether your answer is correct. That will be a good exercise all of you can follow for each of the questions, or for all the 35 questions. Comment it so that we can also understand how many questions you were able to make right or how many questions you were able to attempt. Okay, so let us discuss. If sin A is equal to 4/5, so ഇത് ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. സോ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഈ 3 കാര്യങ്ങളും എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്കൂളിൽ പഠിച്ചത് തന്നെ മതി ഇവിടെ. സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ ഈസ് അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. സോ സൈൻ തീറ്റ ഇവിടെ തന്നേക്കുന്നത്. സൈൻ എ ഈസ് 4/5. സോ പടം വരയ്ക്കുകയാണെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇത് ആണ് എ എന്ന് വിചാരിച്ചാൽ sin A is 4/5 എന്ന് പറഞ്ഞാൽ sin A is opposite side by hypotenuse. സോ ഓപ്പോസിറ്റ് സൈഡ് 4ഉം ഹൈപ്പോട്ടന്യൂസ് 5ഉം ആണെന്നർത്ഥം. അപ്പോൾ ഈ സൈഡ് എന്താണ്? പൈതാഗറസ് തിയറം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. പൈതഗോറിയൻ ട്രിപ്ലറ്റും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ ആവശ്യമാണ്. So if you know 3, 4, 5 is a Pythagorean triplet, you can directly say that this side will be 3. Because Pythagoras theorem satisfy ആണെങ്കിൽ ഇവിടെ 3 വന്നാൽ മാത്രമല്ലേ പറ്റുള്ളൂ. So that is how we understood what is the adjacent side. Now you can easily find tan A and cos A. 3 minus tan A എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഓപ്പോസിറ്റ് 4, അഡ്ജസെന്റ് 3. A എന്ന ആംഗിളിനെ സംബന്ധിച്ച്. So it is 4/3. And 2 plus cos A എന്താണ്? അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസെന്റ് എന്താണ്? 3. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 5. So 3/5. Now just simplify it mathematically. 4 minus 4/3. So LCM എടുത്ത് 3 എടുക്കുന്നു. സോ 3 into 3 9 minus 4. LCM ഈ ടേമിൽ എടുക്കുമ്പോൾ 2 into 5 10 plus 3/5. So that is 5/3 into 13/5. 5 and 5 cancel. So 13/3, second option is the correct answer. Hope all of you understood. Do let me know whether you are understanding. ഞാൻ ഈ 35 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടതുകൊണ്ട് ബ്രീഫായിട്ടാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഡു ലെറ്റ് മീ നോ ഇഫ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ഡു ലെറ്റ് us know in the comment section. ഇതിന് ഇങ്ങനെയുള്ള ഓരോ കോൺസെപ്റ്റിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോസ് we will plan. If you people are understanding this concepts and if you want more such sessions from me, do let me know in the comment section. So അടുത്ത ക്വസ്റ്റ്യൻ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ബോട്ട്സ് ആൻഡ് സ്ട്രീംസിന്റെ ബേസിക് ഐഡിയ ഇതാണ്. ഒരു ബോട്ടിന് 2 സ്പീഡുണ്ട്. ഒന്ന് ആ ബോട്ടിന്റെ സ്പീഡ്, 2 ആ ബോട്ട് സഞ്ചരിക്കുന്നത് ഒരു റിവറിലൂടെയോ വാട്ടറിലൂടെയോ അല്ലെങ്കിൽ വാട്ടർ കറണ്ടിലൂടെയോ ആണെങ്കിൽ ആ വാട്ടറിന്റെ സ്പീഡ്. കാര്യം ആ വാട്ടറിന്റെ സ്പീഡും ബോട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? ഇപ്പൊ താഴോട്ട് പോവുകയാണെങ്കിൽ വാട്ടറിന്റെ സ്പീഡ് ബോട്ടിനെ തള്ളും. സോ സ്പീഡ് ഡൗൺ സ്ട്രീം ഇസ് സ്പീഡ് ഓഫ് ബോട്ട് പ്ലസ് സ്പീഡ് ഓഫ് വാട്ടർ.
സ്പീഡ് ഓഫ് ബോട്ട് എക്സ് എന്നും സ്പീഡ് ഓഫ് വാട്ടർ വൈ എന്നും വിളിച്ചാൽ എക്സ് പ്ലസ് വൈ ആയിരിക്കും ഡൗൺ സ്ട്രീം പോകുമ്പോൾ. അപ്സ്ട്രീം ആണെങ്കിൽ വാട്ടർ ബോട്ടിനെതിരല്ലേ, അപ്പോൾ സ്പീഡ് ഓഫ് ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് വാട്ടർ വരണം. ഇവിടെ എക്സ് പ്ലസ് വൈയും ഇവിടെ എക്സ് മൈനസ് വൈയുമാണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, സ്പീഡ് ഓഫ് ബോട്ട് തന്നെയാണ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത്. അതേപോലെ സ്പീഡ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാലും സ്പീഡ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാലും സ്പീഡ് ഓഫ് വാട്ടർ കറണ്ട് എന്ന് പറഞ്ഞാലും സ്പീഡ് ഓഫ് റിവർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. സോ ഒരാള് 8 km/h ബോട്ടിന്റെ സ്പീഡ് 8 km/h ആണെന്ന് പറയുന്നു. സോ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 8, വൈ എന്ന് പറയുന്നതോ വാട്ടറിന്റെ സ്പീഡ് അത് 2 ആണ്. സോ ഡൗൺ സ്ട്രീം ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ആയിരിക്കും. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇറ്റ് ടേക്സ് ഹിം 2 hours ടു റോ ടു എ പ്ലേസ് ആൻഡ് കം ബാക്ക്. അയാൾ താഴോട്ടാണ് ആദ്യം സഞ്ചരിക്കുന്നതെന്നും തിരിച്ച് മേളിലോട്ടാണ് സഞ്ചരിക്കുന്നതെന്നും വിചാരിക്കുക, വാട്ടറിന്റെ കറണ്ടിന്റെ ഡിറക്ഷൻ വെച്ചിട്ട്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ആണ് ആദ്യം താഴോട്ട് പോകാൻ എടുക്കുന്ന സ്പീഡ്, എക്സ് മൈനസ് വൈ ആണ് മേളിലോട്ട് വരാൻ. സോ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 8 + 2 10, 8 - 2 6. സോ ആ സമയങ്ങൾ എന്ന് പറയുന്നത് കൂട്ടിയാൽ 2 hours കിട്ടണം. സോ ടൈം ടു ഗോ ഡൗൺ സ്ട്രീം പ്ലസ് ടൈം ടു ഗോ അപ്പ് സ്ട്രീം ഇത് തമ്മിൽ കൂട്ടിയാൽ 2 hours കിട്ടണമെന്ന്. ടൈം ഇസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? സ്പീഡ് ഇസ് ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ടൈം ഇസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. താഴോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഹൗ ഫാർ ഇസ് ദ പ്ലേസ്? ലെറ്റ് എക്സ് ബി ദാറ്റ് ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഡൗൺ സ്ട്രീം ഇസ് 10. ഈ കണ്ടുപിടിച്ച 10. സോ എക്സ് ബൈ 10 പ്ലസ് സ്പീഡ് അപ്സ്ട്രീം ഇസ് 6. സോ എക്സ് ബൈ 6 ബിക്കോസ് അപ്സ്ട്രീമും അതേ ദൂരം തന്നെയല്ലേ, തിരിച്ച് അതേ ദൂരം തന്നെയല്ലേ സഞ്ചരിക്കുന്നത്. ഇത് തമ്മിൽ കൂട്ടിയാൽ 2 വരും. ഇതിനെ സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. LCM എടുക്കുന്നു 30. സോ ദിസ് ഇസ് 3x പ്ലസ് 5x equal to 2. That is 8x equal to 60. So x is equal to 60/8. 60/8 ചെയ്യുമ്പോൾ 7.5 എന്ന് കിട്ടും. ഓപ്ഷൻ 1 is the correct answer for this question. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഈ കോൺസെപ്റ്റ് ഒക്കെ കുറെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, ബട്ട് ബ്രീഫായിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോയത്. ഈ എല്ലാ കോൺസെപ്റ്റും നമ്മളുടെ ഡീറ്റെയിൽഡ് കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Okay, so what should come in the place of the question mark in the following alphanumeric series? Alphanumeric എന്ന് പറഞ്ഞാൽ ആൽഫബറ്റും ഉണ്ട് നമ്പേഴ്സും ഉണ്ട്. സോ ആൽഫബറ്റും നമ്പേഴ്സും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം നമ്പർ ഒന്ന് അനലൈസ് ചെയ്യാം. ഈ ഓരോ ടേമിലും നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 1, 4, 25, 100 ഇതൊക്കെയാണ് നമ്പേഴ്സ് അല്ലേ? 1, 4, 25, 100. ആ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? 1ന്റെ സ്ക്വയർ 1 സ്ക്വയർ, 1 സ്ക്വയർ ആണ് ഈ 1. ഈ 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ, ഈ 25 5 സ്ക്വയർ, ഈ 100 10 സ്ക്വയർ. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഓഫ് ദ ഫോം എക്സ് സ്ക്വയർ. ഈ എക്സിന്റെ പാറ്റേൺ നോക്കിക്കേ. എക്സ് ആദ്യം 1 ആയിരുന്നു, പിന്നെ 2, പിന്നെ 5, പിന്നെ 10. 1, 2, 5, 10 എന്ന് പറഞ്ഞാൽ എക്സ് പോകുന്നത്. 1ഉം 2ഉം തമ്മിൽ 1ന്റെ വ്യത്യാസം, 2ഉം 5ഉം തമ്മിൽ 3 ഡിഫറൻസ്, 5ഉം 10ഉം തമ്മിൽ 5 ഡിഫറൻസ്. സോ ദ ഡിഫറൻസ് ഇസ് ഫോളോയിങ് 1, 3, 5 പാറ്റേൺ. 1, 3, 5 എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അല്ലേ? സോ 5 കഴിഞ്ഞ് അടുത്ത ഓഡ് നമ്പർ 7. സോ 10 + 7 17 ആയിരിക്കും അടുത്ത എക്സ് എന്ന് പറയുന്നത്. 17ന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ട നമ്പർ. സോ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ 17ന്റെ സ്ക്വയർ 289 ആണ്. 289 ആണ് നമ്പർ പാർട്ട് വരുന്നത്. സോ എലിമിനേഷൻ യൂസ് ചെയ്യുക. ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം പോയി, കാര്യം അവിടെ 225 എന്നാണ് എഴുതിയേക്കുന്നത്. ഓപ്ഷൻ 1ഉം 3യിലും 289 എഴുതിയിട്ടുണ്ട്. സോ ഇനി ഓപ്ഷൻ 1ഉം 3യും നോക്കിക്കേ. പെട്ടെന്ന് ചെയ്യാനായിട്ട് ഈ 2 ഓപ്ഷനിലും ഡി എന്ന് തന്നെ എഴുതിയേക്കുന്നത്. സോ ആ പാർട്ട് അനലൈസ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഈ ഒയും ക്യൂയും വ്യത്യാസമുണ്ട്. സോ അതിലേതാ കറക്റ്റ് എന്ന് മാത്രം നോക്കിയാൽ മതി. അത് നോക്കാൻ എന്തോ ചെയ്യണം? ഈ ലെറ്റേഴ്സ് നോക്കുക. ഫസ്റ്റ് ലെറ്റേഴ്സ് ABEJ. ഇവിടെയാണ് ഇജോട്ടി കോഡ് ഹെൽപ്പ് ചെയ്യും. ഈ ഫ്ലാഷ് കാർഡിൽ ഇജോട്ടി കോഡ് കൊടുത്തിട്ടുണ്ട്. 5, 10, 15, 20, 25 ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 5, 5th, 10th, 15th, 20th, 25th ലെറ്റേഴ്സ് ആണിത്. അത് വെച്ചാൽ ഗുണം എന്താ? എ ഫസ്റ്റ് ലെറ്റർ ആണെന്ന് അറിയാം, ബി സെക്കൻഡ് ലെറ്റർ ആണെന്ന് അറിയാം. ഇജോട്ടി കോഡ് വെച്ച് ഈ 5th ലെറ്റർ ആണ്, ജെ 10th ലെറ്റർ ആണ്. ഇവിടെ കുറച്ച് മുന്നേ എക്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ 1, 2, 5, 10 ആണ് പോകുന്നത്. ദാറ്റ് മീൻസ് ദ ഡിഫറൻസ് ഇസ് 1, 3, 5. 1, 3, 5. സോ അടുത്ത ഡിഫറൻസ് 7 ആയിരിക്കണം. സോ 10ഉം 7ഉം 17. 17 ഷുഡ് ബി ദ ലെറ്റർ.
17th ലെറ്റർ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അവിടെയും ഇജോട്ടി കോഡ് ഹെൽപ്പ് ചെയ്യും. O is the 15th ലെറ്റർ. അപ്പോൾ 15 നിന്ന് കൗണ്ട് ചെയ്താൽ മതി. A മുതൽ കൗണ്ട് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. 15 + 2, സോ OPQ. സോ Q ആയിരിക്കണം ഇവിടെ, O വരത്തില്ല. O 15th ലെറ്റർ. സോ ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ആയി. ഇത് രണ്ടും നേരത്തെ എലിമിനേറ്റ് ആയി. സോ തേർഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. സോ ഈ ഇജോട്ടി കോഡ് വളരെ ഹെൽപ്പ് ചെയ്യും ഇവിടെ. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനും ലെറ്റർ പാറ്റേൺ തന്നെയാണ്. ഇൻ ദ ഗിവൺ അനാലജി choose the word which will replace the question mark. NEGI is to MVTR എന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള റിലേഷൻ തന്നെയാണ് ഇവർ തമ്മിലും. ഇത് തമ്മിലുള്ള റിലേഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇവിടെയും ഈ ഫ്ലാഷ് കാർഡിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്. എമ്മിൻ്റെ റിവേഴ്സ് ഇക്വലൻ്റ് ആണ് N, ഇയുടെ റിവേഴ്സ് ഇക്വലൻ്റ് ആണ് V, ജിയുടെ റിവേഴ്സ് ഇക്വലൻ്റ് ആണ് T, ഐയുടെ റിവേഴ്സ് ഇക്വലൻ്റ് ആണ് R. റിവേഴ്സ് ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ 26 ലെറ്റേഴ്സ് അല്ലേ ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള. 26 ലെറ്റർ പകുതിയാക്കിയാൽ 13 എന്ന് കിട്ടും. 13 ലെറ്റർ ഫോർവേഡ് എഴുതിയിട്ട് പിന്നെ 13 ലെറ്റർ തിരിച്ചെഴുതിയാൽ റിവേഴ്സ് ഇക്വലൻ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാം. റിവേഴ്സ് ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ലെറ്റർ A അല്ലേ, പുറകിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ Z അല്ലേ, അപ്പോൾ എയും സെഡും ഇക്വലൻ്റ് ആണ്. സെക്കൻഡ് ലെറ്റർ B, സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ Y, തേർഡ് ലെറ്റർ C, തേർഡ് ലാസ്റ്റ് ലെറ്റർ X. സോ അതിനെയാണ് റിവേഴ്സ് ഇക്വലൻ്റ് എന്ന് പറയുന്നത്. സോ ഈ N-ഉം M-ഉം റിവേഴ്സ് ഇക്വലൻസ് ആണ്, ഇയും വിയും റിവേഴ്സ് ഇക്വലൻസ് ആണ്, ജിയും ടിയും റിവേഴ്സ് ഇക്വലൻസ് ആണ്, ഐയും ആറും റിവേഴ്സ് ഇക്വലൻസ് ആണ്. സോ ആ ഐഡിയ വെച്ച് എസിന്റെ റിവേഴ്സ് ഇക്വലൻ്റ് എഴുതണം. എസിന്റെ റിവേഴ്സ് ഇക്വലൻ്റ് ഏതാണ്? H ആണ്. H റിവേഴ്സ് ഇക്വലൻ്റ് ആയതുകൊണ്ട് തന്നെ H ഫസ്റ്റ് ലെറ്റർ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അവിടെ വെച്ച് തന്നെ ഉത്തരം കിട്ടി. ബാക്കി നോക്കിക്കോളുക. ഐയുടെ റിവേഴ്സ് ഇക്വലൻ്റ് R ആണ്, എന്നിൻ്റെ റിവേഴ്സ് ഇക്വലൻ്റ് M ആണ്, ജിയുടെ റിവേഴ്സ് ഇക്വലൻ്റ് T ആണ്. ഇത് വേറെ രീതിയിലും ചെയ്യാം, ബട്ട് ദിസ് ഇസ് ദ കറക്റ്റ് സൊല്യൂഷൻ ഓർ ദ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ലെറ്ററിനെ നമ്പർ ആക്കിയിട്ട് ചെയ്താൽ വേറെ രീതിയിലും ചെയ്യാവുന്നതാണ്, ബട്ട് ദിസ് ഇസ് ദ കറക്റ്റ് സൊല്യൂഷൻ ഓഫ് ഇറ്റ്. So that is clear, I guess. Do let me know whether it is clear. Then next question, coding decoding. Coding decoding il pala type coding undu. Ee 13 coding aanu sadharana CUET exams ine common aayittu vararu. Idile word to number rearrangement aanu ivide vannirikkunnathu. Word to number. Ee question vechittu thanne njan explain cheyam. In a certain chord, ki ru p means nobody like cruel. Ki mi cha means king was cruel, and ru p cha means nobody like king. What is the code for was in the given code language? So funny ആയിട്ട് ഉള്ള ലാംഗ്വേജ് ആയിട്ട് തോന്നുന്നു അല്ലേ? കി റൂപി, കി മീ ച, റൂപി ച. സോ ഇവിടുത്തെ സിമ്പിൾ ഐഡിയ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ടെക്നിക്ക് യൂസ് ചെയ്യണം. പ്രസന്റ്, ഞാൻ ഈ മെത്തേഡിനെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. പ്രസൻസ് ആൻഡ് ആബ്സെൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ എവിടെയൊക്കെ പ്രസന്റും എവിടെയൊക്കെ ആബ്സെന്റുമാ. ഈ രണ്ട് ഫ്രേസിലും കീ ഉണ്ട്, ഈ ഫ്രേസിൽ കീ ഇല്ല. അതേപോലെ ഈ വേർഡിൽ ഏതൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? ക്രൂവൽ ഇതിൽ രണ്ടിലും പ്രസന്റ് ഉണ്ട്, ഇതിൽ ആബ്സെന്റുമായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കീ എന്ന് പറയുന്നത് ക്രൂവൽ എന്നുള്ള വാക്കിന്റെ കോഡിംഗ് ആണെന്ന്. സോ ദാറ്റ് ഈസ് ഹൗ ടു ഡിസൈഡ് ഇറ്റ്. കീ ഇസ് ക്രൂവൽ. സോ വാസിന്റെ കോഡ് ഏതാന്നാ? സോ കീ എന്തായാലും ആകത്തില്ല, എലിമിനേറ്റഡ് ആയി. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം, സോ ദാറ്റ് ദർ ഇസ് നോ കൺഫ്യൂഷൻ. ഇതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വേറെ ഈ പൈ അല്ലെങ്കിൽ പി, പൈ ഇതിൽ രണ്ടിലും ഉണ്ട്, പക്ഷെ ഇതിലില്ല. അതേപോലെ നോബഡി ലൈക്ക് ക്രൂവല്, നോബഡി ലൈക്ക് കിങ്, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള വേർഡ് ഏതാ? കോമൺ ആയിട്ടുള്ള വേർഡ് ഓക്കെ, ഇവിടെ നോബഡി രണ്ടിലും ഉണ്ട്, ലൈക്കും രണ്ടിലും ഉണ്ട്. സോ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാതെ, സോ പൈയുടെ വാല്യൂ ചിലപ്പോൾ നോബഡി ആയിരിക്കാം, അല്ലെങ്കിൽ ലൈക്കും ആയിരിക്കാം, നമുക്കറിയില്ല. അതേപോലെ റൂവിൻ്റെ കാര്യം ഇതേപോലെ തന്നെ. റൂവും പൈയും ഏതാണ് ലൈക്ക് ഏതാണ് നോബഡി എന്നറിയത്തില്ല. പക്ഷെ റൂവും പൈയും നോബഡിയോ ലൈക്കോ ആയേ പറ്റത്തുള്ളൂ, വേറെ ആകത്തില്ല. കാര്യം ഇവിടെ നോക്കുക, നോബഡി ഇവിടെ ഇല്ല. അതേപോലെ റൂവും പൈയും ഇവിടെ ഇല്ല. എന്ന് വെച്ചാൽ റൂവും പൈയും ആയിരിക്കത്തില്ല ആൻസർ. റൂ ആൻസർ ആകുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാമെന്ന് അർത്ഥം. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അവിടെ നോബഡി ലൈക്ക് രണ്ടിലും ഉണ്ട്, റൂവും പൈയും രണ്ടിലും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഏതാണെന്ന് എക്സാക്റ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ റൂവും പൈയും നോബഡിയും ലൈക്കും ഇതിൽ ഒരെണ്ണമാണെന്ന് ഉറപ്പിക്കാം. സോ അത് വെച്ചിട്ട് ഇനി നമുക്ക് അടുത്തത് ഇനി എന്താ ഉള്ളത്? ഈ ചാ നോക്കാം.
ച ഇവിടെ ഉണ്ട്, വേറെ കളർ യൂസ് ചെയ്യാം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. ച ഇവിടെയുണ്ട്, ച ഇവിടെയും ഉണ്ട്. ഈ രണ്ട് ഫ്രേസിലും ചായ ഉണ്ട്. ഈ രണ്ട് ഫ്രേസിലും കോമൺ ആയിട്ടുള്ള വേർഡ് ഏതാ ഉള്ളത്? കിങ് ആണ്. കിങ് ഇവിടെയുണ്ട്, കിങ് ഇവിടെയുണ്ട്. എന്ന് വെച്ചാൽ കിങ് ഇസ് ദ ഇക്വലന്റ് ഫോർ ച, ഓർ ച ഇസ് ദ കോഡ് ഫോർ കിങ്. ച മീൻസ് കിങ്. ച മീൻസ് കിങ് മീൻസ് ചാവും 4 ഓപ്ഷനിൽ ചായ എന്നുള്ളത് എലിമിനേറ്റ് ആയി. അത് കഴിഞ്ഞാൽ പിന്നെ മീ മാത്രമല്ലേ ഉള്ളൂ. സോ മീ ആൻസർ ആയേ പറ്റുള്ളൂ. അല്ലെ തന്നെ ഇവിടെ നോക്കിക്കേ, കീയുടെ വാക്ക് ക്രൂവലാണെന്ന് കിട്ടി, ചായയുടെ വാക്ക് കിങ് ആണെന്ന് കിട്ടി. അപ്പൊ മീയുടെ വാക്ക് വാസ് ആയാലല്ലേ പറ്റുള്ളൂ. സോ അങ്ങനെയും പറയാം. സോ മീ ഇസ് ദ ആൻസർ. ഇതിന് പല ടെക്നിക്ക് ഉണ്ട് കേട്ടോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് പറയാനുള്ള ഓപ്ഷൻ വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു പ്രൈമറി അനാലിസിസ് വീഡിയോ ആണ്. നമ്മൾ ഈ ടോപ്പിക്സിനും ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഇനിയുമുള്ള സെഷൻസിൽ പ്ലാൻ ചെയ്യാം. സോ ഫസ്റ്റ് സപ്പോർട്ട് ദിസ് ഇനിഷ്യേറ്റീവ് ആൻഡ് ഡു ലെറ്റ് യുവർ ഫ്രണ്ട്സ് നോ അബൌട്ട് ദിസ് വീഡിയോ ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു മോർ പീപ്പിൾ സോ ദാറ്റ് മോർ പീപ്പിൾ ക്യാൻ check their answers also, those who have attempted, and those if you are preparing for the upcoming exams also, this will be a good material for them to practice. So അടുത്തതൊരു ഹൈബ്രിഡ് ക്വസ്റ്റ്യൻ ആണ്. കോഡിംഗ് ഡീകോഡിങ്ങും ഉണ്ട്, ബ്ലഡ് റിലേഷനും ഉണ്ട്. രണ്ടുകൂടെ ഒന്നിച്ചാണ്. ബ്ലഡ് റിലേഷൻ ട്രീ വരയ്ക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. സോ ബ്ലഡ് റിലേഷൻ ട്രീ വെച്ചിട്ട് പെട്ടെന്ന് പറയാം. ഇവിടെ സമയക്കുറവ് കൊണ്ട് ഞാൻ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണ് വന്നതെന്ന് പറയാം. എ ഇസ് എ സൺ ഇൻ ലോ ഓഫ് ജി ആണ് ചോദിച്ചേക്കുന്നത്. ഓരോ ഓപ്ഷനും ഇട്ട് നോക്കാം. സമയക്കുറവുകൊണ്ട് ഞാൻ കറക്റ്റ് ഓപ്ഷൻ മാത്രം ഇട്ട് നോക്കിയിട്ട് കാണിക്കാം. ബാക്കി ഓപ്ഷൻ ഇതേപോലെ അങ്ങ് പ്രൊസീഡ് ചെയ്താൽ മതി. 4th ഓപ്ഷൻ ആണ് കറക്റ്റ്. എങ്ങനെയാ കറക്റ്റ് ആകുന്നതെന്ന് പറയാം. എ മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ യു. മൾട്ടിപ്ലിക്കേഷൻ സിമ്പലിന്റെ അർത്ഥം ഇവിടെ തന്നിട്ടുണ്ട്, ഹസ്ബൻഡ് എന്നുള്ളതാണ്. എ മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ യു എന്ന് പറഞ്ഞാൽ എ ഇസ് ഹസ്ബൻഡ് ഓഫ് യു. എ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷനിൽ ഹസ്ബൻഡിനെ മെയിൽ പേഴ്സണിനെ സ്ക്വയർ ഓർ റെക്ടാങ്കിൾ വെച്ചും കല്യാണം കഴിച്ചിട്ടുള്ള കപ്പിളിനെ സ്പൗസസ് എന്ന് പറയും, കപ്പിൾസിന്. സോ ഡബിൾ ലൈൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇതൊരു സിമ്പിൾ നൊട്ടേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. സോ എ മെയിൽ ആളാണ്, ഹസ്ബൻഡ് ആയതുകൊണ്ട് എ ഇസ് ഹസ്ബൻഡ് ഓഫ് യു. സോ യു ഫീമെയിൽ ആണ്. സോ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ പെർസെൻറ്റേജ് സിമ്പിൾ യു, പെർസെൻറ്റേജ് സിമ്പിൾ എസ്. പെർസെൻറ്റേജ് സിമ്പിളിന്റെ അർത്ഥം എന്താണ്? യു സിസ്റ്റർ ഓഫ് എസ് എന്നാണ്. യു സിസ്റ്റർ, സിസ്റ്ററിന് ഒരു സിംഗിൾ ലൈൻ കൊടുക്കാം. സിസ്റ്റർ ഓഫ് എസ്, എസിന്റെ ജെൻഡർ അപ്പം നമുക്ക് അറിയത്തില്ല. സിസ്റ്ററിന് ബ്രദർ ഓർ സിസ്റ്റർ റിലേഷൻ, സിബ്ലിംഗ് റിലേഷന് സിംഗിൾ ലൈൻ കൊടുക്കാം. സോ അടുത്തത് എസ് പ്ലസ് ജി. പ്ലസ് ഇസ് വാട്ട്? സൺ എന്നുള്ളതാണ്. എസ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ എസ് സൺ ഓഫ് ജി. എസ് സൺ ഓഫ് ജി എന്ന് പറഞ്ഞാൽ എസ് മെയിലായി. സോ ഒരു സ്ക്വയർ കൊടുക്കാം. സൺ എന്ന് പറയുമ്പോൾ ജി മേളിലത്തെ ജെൻഡറിൽ വരണം, ജി പേരന്റ് ആയതുകൊണ്ട്. സോ ഇങ്ങനെ വരയ്ക്കാം. സോ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഡീറ്റെയിൽഡ് തിയറി നമുക്ക് ബ്ലഡ് റിലേഷൻ ചാപ്റ്ററിൽ പഠിക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബ്ലഡ് റിലേഷൻ ട്രീ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ട്രീ വരയ്ക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് ട്രീ വെച്ചിട്ട് പെട്ടെന്ന് ചെക്ക് ചെയ്യാം എ ഇസ് എ സൺ ഇൻ ലോ ഓഫ് ജി കറക്റ്റ് ആണെന്ന്. സൺ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താ? മരുമകൻ. ജി എന്ന് പറയുന്നത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അയാളുടെ മകളുടെ ഭർത്താവായിരിക്കണം മരുമകൻ അല്ലെങ്കിൽ സൺ ഇൻ ലോ എന്ന് പറയുന്നത്. മകളുടെ, ജിയുടെ ഒരു മകനാണ് എസ്, മകന്റെ സിസ്റ്റർ ആണ് യു. ദാറ്റ് മീൻസ് ജിയുടെ മകള് തന്നെയല്ലേ യു. ആ യുവിന്റെ ഹസ്ബൻഡ് അല്ലേ എ? അതല്ലേ ക്വസ്റ്റ്യൻ ഇതിൽ പറഞ്ഞേക്കുന്നത്, എ സ്റ്റാർ യു. അതാ പറഞ്ഞ കോഡിംഗ് ഡീകോഡിങ്ങും ബ്ലഡ് റിലേഷനും രണ്ടും കൂടെ മിക്സ് ചെയ്താ ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിന് കുറേ ടെക്നിക്സ് ഉണ്ട്. അത് പഠിച്ചാൽ ഇത് വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ മാത്രം പറഞ്ഞു പോകുന്നു. സോ 4th സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. കാര്യം ജിയുടെ മകളുടെ ഭർത്താവാണ് എ. സോ ജിയുടെ മരുമകൻ അല്ലെങ്കിൽ സൺ ഇൻ ലോ ആണ് എന്ന് പറയുന്നത് കറക്റ്റ് ആകും 4th സ്റ്റേറ്റ്മെന്റിൽ. ബാക്കി ഓരോ ഓപ്ഷനും നോക്കാം, അതിലൊന്നും കറക്റ്റ് ആവില്ല. അടുത്തത് കലണ്ടർ പ്രോബ്ലം ആണ്. കലണ്ടർ പ്രോബ്ലത്തിൽ ഓഡ് ഡേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ്. ഓഡ് ഡേ, എക്സ്ട്രാ ഡേയ്സ് ആഫ്റ്റർ കംപ്ലീറ്റ് വീക്സ് ആണ് ഓഡ് ഡേ. ഓരോ മന്തിനും ഓഡ് ഡേ ഉണ്ട്, ഓരോ ഇയറിനും ഓഡ് ഡേ ഉണ്ട്. സോ ആ ഓഡ് ഡേ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. സോ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ 26th ജാനുവരി ക്വസ്റ്റ്യന് പറയുന്നത് 26th ജാനുവരി 2020 സൺഡേ ആണ്. ഇപ്പൊ 26th ജാൻ മുതൽ 16th മാർച്ച് എന്താണെന്നാണ് ചോദിക്കുന്നത്. 16th മാർച്ച് വരെയുള്ള ദിവസങ്ങൾ എത്രയാണെന്ന് എണ്ണണം. അത് എണ്ണാൻ വേണ്ടി 26th മാർച്ച് മുതൽ 26th ഫെബ് വരെ ആദ്യം എണ്ണ. അതെന്ന് പറയുന്നത് ജനുവരിയിലുള്ള ദിവസങ്ങളുടെ എണ്ണം 31 തന്നെയാണ്. 31 31ന്റെ ഓഡ് ഡേ 3 എഴുതിയാലും മതി. ഞാൻ 31 അങ്ങ് എഴുതുവാണ്. സോ ഇത് തമ്മിൽ 31ന്റെ വ്യത്യാസം.
Now 26th February to 16th March. അവിടെ ശ്രദ്ധിക്കണം, ഇത് 2020 ആണ്. 2020 ഒരു ലീപ്പ് ഇയർ അല്ലേ? ലീപ്പ് ഇയറിൽ ഫെബ്രുവരിക്ക് 29 ഡേയ്സ് ഉണ്ടാവില്ലേ? സോ 26th Feb to 26th March വരെ 29 ഡേയ്സാണ് വരുന്നത്. അപ്പൊ 16th March വരെയോ 29ൽ നിന്ന് 10 കുറയ്ക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ എണ്ണ 27, 28, 29 പിന്നെ 16 കൂടെ കൂട്ടിയാലും മതി. അപ്പോൾ 19 വരത്തില്ലേ? So 19 will be the number of days from Feb to March, or 26th Feb to 16th March. So 31 plus 19, 50 is the total number of days between 26th Jan to 16th March. 50 ഡേയ്സിന്റെ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുത്താൽ മതി. ഇപ്പോൾ 62ന്റെ ഓഡ് ഡേ കണ്ടുപിടിക്കാൻ 62/7 റിമൈൻഡർ 6 ആണ്. സോ 6 is the odd day. സോ 50യുടെ ഓഡ് ഡേ കണ്ടുപിടിക്കാൻ 50/7 റിമൈൻഡർ 1 ആണ്. 49 + 1 അല്ലേ? 1 ആണെങ്കിൽ ഒരു ദിവസം തള്ളണം. സൺഡേ +1 മൺഡേ. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. മൺഡേ ഇസ് ദ ആൻസർ. അടുത്തത് ക്ലോക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലോക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ ഒരൊറ്റ ഫോർമുല മതി. ഫസ്റ്റ് ഓഫ് ഓൾ, 3:15 എന്ന് പറഞ്ഞാൽ 3:15 എന്നല്ലേ? 1/4 മണിക്കൂർ കഴിഞ്ഞു, 3 മണി കഴിഞ്ഞ്. 1/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്. സോ 3:15. So hour hand value is 3, minute hand value is 15. Substitute that into this equation, then you will get the answer. So half into 60 into 3 minus 11 into 15. So half into 60 into 3, 180. To multiply with 11, there is a shortcut technique. ഇങ്ങനെയുള്ള ഷോർട്ട്കട്ട് ടെക്നിക്സ് ഒരുപാട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കി പഠിക്കാവുന്നതാണ്. സോ 15 into 11, 1 and 5 in between sandwich the sum of digits. അതാണ് ഒരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. ആ നമ്പറിൻ്റെ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് എഴുതി വെച്ചാൽ മതി എന്ന്. 1ന്റെയും 5ന്റെയും ഇടയ്ക്ക് 1 + 5 6 എഴുതിയാൽ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 11 കഴിഞ്ഞു. സോ 165 കിട്ടി. സോ ഹാഫ് ഇൻറ്റു 180 മൈനസ് 165 എന്താണ്? 15. ഈ മോഡുലസ്, ഈ സിമ്പിളിൻ്റെ അർത്ഥം മൈനസ് ആണെങ്കിലും പ്ലസ് ആക്കണമെന്ന്. ഇത് ഓൾറെഡി പ്ലസ് ആ. സോ പ്ലസ് അതേപോലെ എടുത്താൽ മതി. സോ 15/2, 7.5 ഇസ് ദ ആൻസർ. 7.5, തേർഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ഈ ഒരൊറ്റ ഫോർമുല അറിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാം. ക്ലോക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനോട് ഉണ്ടായിരുന്നു, അതിലേക്ക് വരാം. ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യനൂടെ. ഇത് ഈ 13 ടൈപ്പിലെ വേറൊരു ടൈപ്പ്. ഈ 13 ടൈപ്പ് പഠിച്ചാൽ മിക്കവാറും എല്ലാ കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. സോ ഇതിൽ ഏത് ടൈപ്പാണ്? ഇവിടെ ആഡിങ് എ കോമൺ നമ്പർ എന്ന് പറയുന്ന ടൈപ്പാണ്. എം എന്ന് പറയുന്ന ലെറ്ററിന്റെ ഒരു ലെറ്റർ കൂട്ടിയാൽ എൻ കിട്ടും. ഇ എന്ന് പറയുന്ന ലെറ്ററിന്റെ കൂടെ 2 ലെറ്റർ കൂട്ടിയാൽ ജി കിട്ടും. EFG അല്ലേ? ഈ ജോട്ടി കോഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആറിന്റെ കൂടെ 3 ലെറ്റർ കൂട്ടിയാൽ യു കിട്ടുന്നത്. RSTU. സോ കോമൺ നമ്പർ അല്ല, സക്സസീവ് ഇൻക്രീസ് എന്ന് പറയും. സക്സസീവ് ഇൻക്രീസ്, ഒരു കോമൺ നമ്പർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, സക്സസീവ് ഇൻക്രീസ് ആണ്. സോ ആദ്യം 1 കൂട്ടുന്നു, പിന്നെ 2 കൂട്ടുന്നു, പിന്നെ 3 കൂട്ടുന്നു, പിന്നെ 4 കൂട്ടുന്നു, പിന്നെ 5 കൂട്ടുന്നു, പിന്നെ 6 കൂട്ടുന്നു. അങ്ങനെയാ പോകുന്നത്. എല്ലാ ലെറ്ററും നോക്കിക്കോളുക, സമയക്കുറവുകൊണ്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഇവിടെ ചെയ്യാം. ഇ നിന്ന് 1 ലെറ്റർ കൂട്ടിയാൽ എഫ് കിട്ടും. എന്നിൽ നിന്ന് 2 ലെറ്റർ കൂട്ടിയാൽ LMNOP പി കിട്ടും. ടിയിൽ നിന്ന് 3 ലെറ്റർ കൂട്ടണം, UVW. സോ FPW വരുന്ന ഓപ്ഷൻസ്, ഇത് FPW അല്ല, അതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് എയിൽ നിന്ന് 4 ലെറ്റർ കൂട്ടണം. ഇവിടെ 1, ഇവിടെ 2 കൂട്ടണം, ഇവിടെ 3 കൂട്ടണം, അടുത്ത 4 കൂട്ടണം. A+4 is E. 5th ലെറ്റർ E. അപ്പൊ E വരണം. ഇവിടെ F വരുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് 5 ലെറ്റർ കൂട്ടണം. LMNO, LMN. O is 15th letter, so N is 14th letter. 14 + 5 is 19th letter. ST, so S ആണത്. സോ S വരണം ഇവിടെ. സോ ഇവിടെയും S വരുന്നുണ്ട്. സോ അടുത്തത് നോക്കണം. അടുത്ത 6 ലെറ്റർ EFG. 7 + 6, 13th letter. 13th letter is M. സോ M വരണം ഇവിടെ. ഇവിടെ M വരുന്നില്ല. അപ്പോൾ തന്നെ ഇത് എലിമിനേറ്റ് ചെയ്യാം. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ക്യാൻ ബി ഡൺ. സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. +1 +2 +3 +4 +5 +6 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അടുത്ത ഒരു ഡേറ്റാ സഫിഷ്യൻസി ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റാ സഫിഷ്യൻസി ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. The problem given below consists of a question and 2 statements numbered 1 and 2. You have to decide whether the data provided in the statements are sufficient to answer. ഈ 2 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ വേണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനെന്ന്. How many sisters does Sunny have? നമുക്കറിയത്തില്ല ആരാ സണ്ണി എന്ന്.
സണ്ണിക്ക് എത്ര സിസ്റ്റർ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ വേണം. ഈ ഇൻഫർമേഷൻ മതിയാവുമോ എന്ന് ആദ്യത്തെ ചോദ്യം. സണ്ണി ഈസ് ദ ഒൺലി സൺ ഓഫ് ഹിസ് പേരൻസ്. ഒൺലി സൺ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയായിട്ട് സണ്ണിയേ ഉള്ളൂ സണ്ണിയുടെ പേരൻസിന്. പെൺകുട്ടികൾ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. അതറിഞ്ഞാലല്ലേ സിസ്റ്റേഴ്സ് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു പെൺകുട്ടിയോ 2 പെൺകുട്ടിയോ 3 പെൺകുട്ടിയോ അറിയത്തില്ലല്ലോ. ദാറ്റ് ഇസ് വൈ ഒരു സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം പോരാ എന്തായാലും. സോ ഫസ്റ്റ് ഓപ്ഷൻ പോയി. ഒൺലി സ്റ്റേറ്റ്മെന്റ് 1 എലോൺ ഇസ് സഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനിയും സണ്ണീസ് പേരൻസ് ഹാവ് 3 ചിൽഡ്രൻ. സണ്ണിയുടെ പേരൻസിന് 3 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ ആ 3 ചിൽഡ്രനിൽ എത്ര പെണ്ണ് എത്ര ആണെന്ന് നമുക്ക് അറിയത്തില്ല. ദാറ്റ് ഇസ് അനദർ പ്രോബ്ലം. എത്ര പെണ്ണ് എത്ര ആണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ 3 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അത് സണ്ണി ഒരേ ഒരു മകനേ ഉള്ളൂ സണ്ണി എന്ന് പറഞ്ഞാൽ ബാക്കി 2 പെൺകുട്ടികളാണെന്ന് പറയാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ബാക്കി 2 സണ്ണിയുടെ സിസ്റ്റേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ 3 ചിൽഡ്രൻ ഉണ്ടെന്നുള്ളതും നമുക്കറിയണം. സണ്ണി മാത്രമേ ഉള്ളൂ ആൺകുട്ടിയായിട്ട് അതിലുള്ളതെന്നുള്ളതും നമുക്കറിയണം. സണ്ണിക്ക് എത്ര സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് അറിയാൻ. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 and 2 ടുഗദർ ആർ സഫിഷ്യൻറ്റ്. തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. രണ്ടും വേണം ഇത് പറയാൻ. അടുത്തത് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പൈഥാഗറസ് തിയറവും പിന്നെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ്, ഈ ഡിറക്ഷനെ കുറിച്ചുള്ള അറിവും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ്. ബോയ് ലീവ്സ് ഹിസ് ഹൗസ്. ഇവിടെ പടം വരയ്ക്കണം. വിഷ്വൽ മെത്തേഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദീസ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻ. വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം? എ ബോയ് ലീവ്സ് ഹിസ് ഹൗസ്. ഹി ട്രാവൽസ് 6 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്. സൗത്ത് എന്ന് പറഞ്ഞാൽ താഴോട്ട്. 6 കിലോമീറ്റർ താഴോട്ട് പോയി. ദെൻ 8 കിലോമീറ്റർ ടുവേർഡ്സ് വെസ്റ്റ്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങോട്ട് 8 കിലോമീറ്റർ പോയി. 6 കിലോമീറ്റർ ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട് 8. ആൻഡ് ഫർദർ ട്രാവൽസ് 9 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്. പിന്നെയും 9 കിലോമീറ്റർ താഴോട്ടും പോയി 9 കിലോമീറ്റർ. ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ഹിസ് ഹൗസ്? സോ അവൻ്റെ ഹൗസ് ഇവിടെയാണെന്ന് എച്ച് എന്ന് പറയുന്നു. അയാൾ അവസാനം ഇവിടെയാണ് നിൽക്കുന്നത്. എത്ര ദൂരത്തെ ഏത് ഡയറക്ഷനിലാണെന്ന്. എത്ര ദൂരത്തെന്ന് പറഞ്ഞാൽ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമുക്കറിയേണ്ടത്. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ബ്രീഫായിട്ട് പറഞ്ഞു പോകാൻ ഞാൻ. ഈ ട്രയാങ്കിളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഇത് 6 ആണ്, ഇത് 9 ആണെങ്കിൽ ഇത്രയും 9 അല്ലേ, ഇതൂടെ ഇത്രയും 9 അല്ലേ. സോ 6 + 9 15 ആണിത്. അതേപോലെ ഇത് 8 ആണെങ്കിൽ ഇതും 8 അല്ലേ. സോ ഈ 15ഉം 8ഉം പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ് ഈ ക്വസ്റ്റിന് പിന്നെയും വേണ്ടത്. ഈ പൈതഗോറിയൻ ട്രിപ്ലറ്റ് 8, 15, 17 അറിയാമെങ്കിൽ ഇത് 8ഉം ഇത് 15ഉം ആണെങ്കിൽ ഇത് ഹൈപ്പർടെന്യൂസ് ആണ്. സോ ഇത് 17 ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഫോർമുല ഇട്ടിട്ട് ചെയ്യണം. ആ ഫോർമുല ഇട്ട് സമയം കളയാതിരിക്കണമെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ് കാണാതെ അറിയണം. ഈ മേജർ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ഞാൻ ഈ ഫ്ലാഷ് കാർഡിൽ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. സോ 17 കിലോമീറ്റർ. ഇനി ഇത് ഏത് ഡയറക്ഷൻ ആണ്? ഇത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. കാര്യം സൗത്തിൽ നിന്ന് വെസ്റ്റിലോട്ട്, ഇത് വെസ്റ്റ് ഇത് സൗത്ത്, സൗത്തിൻ്റെയും വെസ്റ്റിൻ്റെ ഇടയ്ക്ക് അത് സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റിൽ 17 കിലോമീറ്റർ. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അടുത്തത് റീസണിങ്ങിൻ്റെ അടുത്തൊരു നോൺ വെർബൽ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദ ആൻസർ ഫിഗേഴ്സ് കംപ്ലീറ്റ്സ് എ ഫിഗർ മെട്രിക്സ്. ഇത് കുറച്ച് സമയം എടുക്കും, പക്ഷേ ഇത് ഷോർട്ട് കട്ടിൽ എങ്ങനെ ചെയ്യാമെന്ന് മാത്രം ഞാൻ പറഞ്ഞു പോവാം. ഇവിടെ നോക്കുക, ഇവിടെ 3 പടമുണ്ട്, ഇവിടെ 2 പടമുണ്ട്, ഇവിടെ 1 പടമുണ്ട്. എന്ന് വെച്ചാൽ 3ൽ നിന്ന് 2 പടം കുറച്ചാൽ 1 പടം കിട്ടത്തില്ലേ? ആ പടം എന്തും ആയിക്കോട്ടെ. ഇവിടെ 2 പടം, ഇവിടെ 1 പടം. അതിൽ നിന്ന് 2ൽ നിന്ന് 1 പടം കുറച്ചാൽ ഈ നടുക്കത്തെ 1 പടം കിട്ടും. സോ ദിസ് 2 - 1 is 1. സോ സിമിലർലി ദിസ് is 2. ദിസ് is 2 മീൻസ് ഇതിൽ നിന്ന് this number minus this number is this number. This number minus this number is this number. So 2ൽ നിന്ന് എന്ത് കുറച്ചാലാണ് 2 കിട്ടുന്നത്? 0 കുറച്ചാലല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ 0 പടം വരണം. സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. 0 പടം വരുന്ന സെക്കൻഡ് ഓപ്ഷൻ. സോ ദാറ്റ് ഇസ് ദ ലോജിക് ദെയർ. അടുത്തത് ക്ലോക്കിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മിറർ ഇമേജ് ക്വസ്റ്റ്യൻ. ഷോർട്ട് കട്ട് ഇതാണ്. 11:60 എന്ന് പറയുന്ന സമയത്ത് നിന്ന് കുറച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 7:15 എന്ന് പറഞ്ഞാൽ 7:15 എന്നല്ല, ക്വാർട്ടർ 7:15 1/4 മണിക്കൂറൂടെ. എന്ന് വെച്ചാൽ 6:45 ആണ് സമയമെന്ന് അതിൻ്റെ അർത്ഥം. ദ ടൈം ഇസ് 6:45. സോ സബ്ട്രാക്ട് ദാറ്റ് 6:45 ഫ്രം 11:60, ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസർ. അതാണ് ഷോർട്ട് കട്ട്. മിറർ ഇമേജിൻ്റെ കോൺസെപ്റ്റ് പല രീതിയിൽ പറയാം, ബട്ട് ദിസ് ഇസ് ദ ഷോർട്ട് കട്ട് മെത്തേഡ്. സോ 6:45 കുറച്ചാൽ ആൻസർ കിട്ടും. 60 - 45 15. 11 - 6 11 - 6 5 ആണ്. സോ 5:15 ഇസ് ദ കറക്റ്റ് ആൻസർ. 5:15 ഇസ് ദ കറക്റ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ. അടുത്തത് പേപ്പർ ഫോൾഡിംഗ് അല്ലെങ്കിൽ സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Sequence of folding a piece of paper and the manner in which the folded paper has been cut is shown in the following figures.
How would this paper look when unfolded? So ആദ്യം ഇങ്ങനെ ഡയഗണലി മടക്കി പിന്നെ അതിനെ ഇങ്ങനെ മടക്കി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പേപ്പർ എടുത്താൽ ഞാൻ ആദ്യം അതിനെ ഫോർ എക്സാമ്പിൾ ഇതാണ് പേപ്പർ എങ്കിൽ ആദ്യം ഇങ്ങനെ മടക്കി പിന്നെ അതിനെ ഇങ്ങനെ പിന്നെയും മടക്കി നമ്മൾ ഈ പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ മടക്കി കഴിഞ്ഞിട്ട് ഈ കീറൽ വരുത്തി എന്നാണ് പറയുന്നത്. ഇവിടെയും കീറി ഇവിടെയും കീറി ഇവിടെയും കീറി ഇവിടെയും കീറി ഇവിടെയും കീറി. അങ്ങനെയാണെങ്കിൽ അത് തുറന്നാൽ എവിടെയൊക്കെ കീറൽ ഉണ്ടാവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ 4 മടക്കാക്കിയോണ്ട് ഓരോ കീറലും 4 ഇരട്ടിയായിട്ട് വരും തുറന്നു വരുമ്പോൾ. അതാ ലോജിക്ക്. ഇത് തുറന്നു വരുമ്പോൾ ഒരു ഫുൾ സർക്കിൾ ആകും ഇവിടെ. അത് സെൻട്രലിലുള്ളതായതുകൊണ്ട് അത് ഒരെണ്ണമേ വരത്തുള്ളൂ. ഇത് ഓരോന്നും 4 തവണ വരും. ഇവിടെ ഒരു ഫുൾ സർക്കിള്, ഇവിടെ ഒരു ഫുൾ സർക്കിള്, അതേപോലെ ഇവിടെയും വരും, ഇവിടെയും വരും. ഇതിന് പകരം ഇവിടെയും വരും, ഇവിടെയും വരും, ഇവിടെയും വരും. മനസ്സിലാകുന്നുണ്ടോ? സോ നടുക്കൊരു സർക്കിൾ ഉണ്ടാകണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഓപ്ഷന് നടുക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് പോയി. ഇനി ഇവിടെയും വന്നേ പറ്റുള്ളൂ. കാര്യം ഇതിൻ്റെ റെപ്ലിക്ക ഇവിടെ വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ തിയറി പറയേണ്ടതാണ്. ഇപ്പം നമ്മൾ ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. സോ അത് വെച്ചിട്ട് 4 സൈഡിലും അത് റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് ഇസ് എ ലോജിക്. 4 സൈഡിലും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറക്കുന്ന സർക്കിള് ഇവിടെയും ഇവിടെയും, ഇത് തുറക്കുന്ന സർക്കിള് ഇവിടെയും ഇവിടെയും, ഇതിൻ്റെ ഇവിടെ ദിസ് തിങ് വിൽ ഗോ ഇൻ ഓൾ 4 പ്ലേസസ്. ഈ ഒരു സർക്കിൾ 4 പ്ലേസിലും വരും. സോ അങ്ങനെ വരുന്ന സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ്. 4th ഓപ്ഷൻ ഇവിടുത്തെ മിസ്സിംഗ് ആണ്. 3rd ഓപ്ഷനിൽ ഇവിടുത്തെ മിസ്സിംഗ് ആണ്. ദാറ്റ് ഇസ് വൈ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ഫസ്റ്റ് ഓപ്ഷനിൽ നടുക്കത്തെ മിസ്സിംഗ് ആണ്. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോയാൽ മതി. അടുത്തത് നമ്പർ പസിലാണ്. നമ്പർ പസിൽ ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏറ്റവും ചെറിയ നമ്പറിൽ നിന്ന് തുടങ്ങാം. 5, 8 ഇങ്ങനെ പോകണം. 5, 8, 13, 20, 31, 44 മിസ്സിംഗ് നമ്പർ 80. ഇതിൻ്റെ ഡിഫറൻസ് നോക്കിക്കേ. 5 8 തമ്മിൽ 3യുടെ ഡിഫറൻസ്, ഇവിടെ 5ൻ്റെ ഡിഫറൻസ്, ഇവിടെ 7ൻ്റെ ഡിഫറൻസ്, ഇവിടെ 11ൻ്റെ ഡിഫറൻസ്, ഇവിടെ 13ൻ്റെ ഡിഫറൻസ്. 3, 5, 7, 11 ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് അല്ലേ? പ്രൈം നമ്പേഴ്സിൻ്റെ പാറ്റേൺ ആണ്. Prime sequence is one important type of question in number sequence or number puzzles. Prime number in the pattern. So ഏതെങ്കിലും സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും അവിടെ. സോ അത് വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും? 3 കഴിഞ്ഞിട്ട് അടുത്ത പ്രൈം അല്ലേ 5, അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രൈം 7, അടുത്ത പ്രൈം 11, അടുത്ത പ്രൈം 13. അപ്പോൾ 13 കഴിഞ്ഞുള്ള അടുത്ത പ്രൈം 17 ആണ്. 44ഉം അടുത്ത നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 17ൻ്റെ ആയിരിക്കണം. 44 + 17 ഷുഡ് ബി ദ ആൻസർ. 44 + 17 is 61. സോ 61 വരണം. 61 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. സോ ബാക്കി 2 ഓപ്ഷനും പോയി. ഓക്കെ, അപ്പം നമുക്കിനി ലെറ്റർ പാറ്റേണൂടെ ഐഡൻറ്റിഫൈ ചെയ്യണം. ലെറ്റർ പാറ്റേൺ എന്താണെന്ന് നോക്കാം. സോ ഈ 61 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റർ പാറ്റേൺ എ ഉണ്ട്. എയും സിയും തമ്മിൽ 2ൻ്റെ വ്യത്യാസമാണ്. സി ഡി ഇ എഫ് 3ൻ്റെ വ്യത്യാസം. ഈ എഫ് ജി എച്ച് ഐ 4ൻ്റെ വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5ൻ്റെ വ്യത്യാസമല്ലേ വരണ്ടേ? 2, 3, 4 ഇ എഫ് ജി എച്ച് ഐ. അതേപോലെ 5ൻ്റെ വ്യത്യാസം. ജിയിൽ നിന്ന് 5 ലെറ്റർ മുന്നോട്ട് തള്ളിയാൽ ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ. അപ്പോൾ എൽ വരണം. സോ ദാറ്റ് ഇസ് വൈ എൽ ഷുഡ് ബി മിസ്സിംഗ് ഹിയർ. സോ 3rd ഓപ്ഷൻ പോയി. സെക്കൻഡ് ഓപ്ഷൻ ഇസ് സാറ്റിസ്ഫൈങ് ദ നമ്പർ ആൻഡ് ലെറ്റർ. അടുത്തത് നമ്പർ സീക്വൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ 2 ടയർ സീക്വൻസ് എന്നാണ് പറയുന്നത്. 2 ടയർ സീക്വൻസിൻ്റെ ഐഡിയ ആണ് 2 ടയർ സീക്വൻസ്. സോറി, 2 ടയറിൽ ഇവിടെ 2 ടയറിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. 3 ടയർ സീക്വൻസ് ആണ്. 3 ടയർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസിൻ്റെ ഡിഫറൻസ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുമ്പോഴാണ് 3 ടയർ എന്ന് വിളിക്കുന്നത്. ഡിഫറൻസ് ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ അത് 2 ടയർ ആണ്. ഡിഫറൻസിൻ്റെ ഡിഫറൻസ് ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ 3 ടയർ. ഈ ഡിഫറൻസ് എന്താണ്? 3ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 6ഉം 10.5ഉം ഡിഫറൻസ് 4.5 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 6.5 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. ഈ 3ഉം 4.5ഉം തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ എടുക്കുക. അതിനെയാണ് 3 ടയർ സീക്വൻസ് എന്ന് പറയുന്നത്. 1.5 വരും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക 2 വരും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക 2.5 വരും. 1.5 2 2.5 അതൊരു പാറ്റേൺ അല്ലേ? 1.5 2 2.5. അപ്പോൾ അടുത്തത് 3 വരണ്ടേ? 9ഉം 3ഉം കൂട്ടിയാൽ 12. 12 ആയിരിക്കണം 26 അടുത്ത നമ്പറും തമ്മിലുള്ള വ്യത്യാസം. സോ 26 + 12 38 ഷുഡ് ബി ദ ആൻസർ. സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ.
സോ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അടുത്തത് റാങ്കിങ് ആൻഡ് ഓർഡറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റാങ്കിങ് ആൻഡ് ഓർഡറിങ്ങിൽ നിങ്ങൾ ഇതാണ് 2 ഫോർമുലാസ്. ഇവിടെ ഈ ഫോർമുല പോലും ആവശ്യമില്ല, കാര്യം കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. In a class of 40 students, Anjali's rank is thrice that of Anita. There are 4 students who have ranked worse than Anjali. So അഞ്ജലിയേക്കാൾ മോശം റാങ്ക് ഉള്ള 4 പേരുണ്ടെങ്കിൽ 40 പേരെ ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ അഞ്ജലി എവിടെയായിരിക്കും? 36ാമത്തെ റാങ്ക് ആയിരിക്കത്തില്ലേ? കാര്യം 37, 38, 39, 40 പേരാ ഉള്ളത്. ഈ 4 പേരാണ് അഞ്ജലിയേക്കാൾ മോശം റാങ്ക് ഉള്ളത്. സോ അഞ്ജലിയുടെ റാങ്ക് നമുക്ക് മനസ്സിലായി 36 ആണെന്ന്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കുക, അഞ്ജലീസ് റാങ്ക് ഇസ് ത്രൈസ് ദാറ്റ് ഓഫ് അനിത. അനിതയുടെ റാങ്കിന്റെ 3 ഇരട്ടിയാണ് അഞ്ജലിയുടെ റാങ്കെങ്കിൽ അനിതയുടെ റാങ്ക് അഞ്ജലിയുടെ റാങ്കിന്റെ 3/1 അല്ലേ? 1/3 അല്ലേ? 36 1/3 is 12. So Anita's rank is 12. Question is asking Anita's rank. So അനിതയുടെ റാങ്ക് 12th റാങ്ക് ആയിരിക്കും. So 4th option is the correct answer. സോ അടുത്ത ക്വസ്റ്റ്യൻ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻ ലീനിയർ ആയിട്ടും സർക്കുലർ ആയിട്ടും ചോദിക്കാം. ഈ ക്വസ്റ്റ്യനിൽ സർക്കുലർ അറേഞ്ച്മെന്റ് ആണ്. ഇങ്ങനെ സർക്കുലർ അറേഞ്ച്മെന്റ് ചെയ്യണം ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ. സോ സർക്കുലർ അറേഞ്ച്മെന്റ് എങ്ങനെ ചെയ്യാം? അത് ഫേസിംഗ് ടുവേർഡ്സ് ദ ടേബിൾ, എവേ ഫ്രം ദ ടേബിൾ. ഇവിടെ ഫേസിംഗ് ദ സെന്റർ എന്നാണ് പറയുന്നത്. സോ ഇതൊരു സർക്കിൾ ആണെങ്കിൽ നമുക്ക് പടം വരയ്ക്കാം. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. യു ആൻഡ് എച്ച് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എം. സോ എമ്മിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണെന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ ഇടത്തും വലത്തുമായിട്ട് യുവും എച്ചും ഉണ്ടാകണം. അപ്പോൾ ഇടത്താരാ വലത്താരാന്ന് ഇപ്പം നമുക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എച്ച് ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ്. എച്ച് എസിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിരിക്കണമെങ്കിൽ തൊട്ട് വലത്തുവശത്ത് വരണമെന്ന്. സോ വലത്തുവശത്തായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. സോ എച്ച് ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എസ് അപ്പോൾ നെയ്ബർ ആയിരിക്കണം എച്ചിൻ്റെ. സോ ഇങ്ങനെ വരച്ചാലല്ലേ അത് പറ്റുള്ളൂ. ഞാൻ എടുക്കുന്ന ഇത് 2 രീതിയിൽ ചിന്തിക്കാം, ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. ഞാൻ ക്ലോക്ക് വൈസിനെ റൈറ്റ് എന്ന് എടുക്കും എപ്പോഴും, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. സോ എസിൻ്റെ ക്ലോക്ക് വൈസ് ആയിട്ട് എച്ച് ഇരിക്കണമെന്നർത്ഥം. എച്ച് ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസിനെ റൈറ്റ് എന്ന് അസ്യൂം ചെയ്താൽ പടം ഇങ്ങനെ വന്നേ പറ്റുള്ളൂ. സോ എച്ച് ഇവിടെ ആയതുകൊണ്ട് തന്നെ യു ആൻഡ് എച്ച് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എം ആകാൻ യുവിനെ ഇവിടെ വെച്ചാലേ പറ്റുള്ളൂ. ഇനി 2 പൊസിഷൻസ് കൂടെ ഉണ്ട്, ഓർക്കുക. ഈ 2 പൊസിഷൻസ് കൂടെ ഉണ്ട്. അവിടെ ആര് വരും? ഇ ഈസ് ദ ഓൺലി പേഴ്സൺ ബിറ്റ്വീൻ കെ ആൻഡ് എസ്. ഇ എന്ന് പറയുന്ന കെയിൻ്റെ എസിൻ്റെയും നടുക്കാന്ന്. അപ്പം കെ ഇവിടെ വന്നല്ലേ പറ്റുള്ളൂ, എസ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട്. സോ ഇ അപ്പം ഇവിടെ വരണം. ഇത് പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്യുന്നിടം വരെ ഇങ്ങനെ സെൻറ്റൻസുകളെ കമ്പൈൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത് ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് പിക്ചർ. ഹൂ ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് യു? റൈറ്റ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആയിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആരാണ്? ഓക്കെ, ഒന്നുകൂടെ ഞാൻ പടം ഒന്നുകൂടെ നോക്കിക്കോട്ടെ, എല്ലാം കറക്റ്റ് ആണോ നോക്കട്ടെ. യു ആൻഡ് എച്ച് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എം. യു ആൻഡ് എച്ച് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എം കറക്റ്റ് ആണ്. ഈസ് ദ ഓൺലി പേഴ്സൺ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ കെ ആൻഡ് എസ്. ഓക്കെ, ഞാൻ വരച്ചപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു. ഇ ആണ് നടുക്കെന്നാണ് പറഞ്ഞേക്കുന്നത്, കെ ആണെന്നല്ല. ഞാനൊന്ന് തിരുത്തി വരയ്ക്കാം. ഇ ഈസ് ദ ഓൺലി പേഴ്സൺ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ കെ ആൻഡ് എസ് എന്നാ. ഞാൻ കെ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ ഇ ആൻഡ് എസ് എന്ന് മനസ്സിലാക്കി. സോ ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്. സോ അത് തിരുത്താം. ഇ ഈസ് ദ ഓൺലി പേഴ്സൺ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ കെ ആൻഡ് എസ് എന്ന് പറഞ്ഞാൽ ഇ ഇവിടെ, കെ ഇവിടെ വരണം. സോ ദാറ്റ് ഇ ഈസ് ദ ഓൺലി പേഴ്സൺ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ കെ ആൻഡ് എസ്. ഇപ്പോഴാണ് പടം കറക്റ്റ് ആയത്. സോ മാറ്റി വരച്ചോളുക. സോ ഈസ് ദ ഓൺലി പേഴ്സൺ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ കെ ആൻഡ് എസ്. ഇനിയും പറയുക, ഹൂ ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് യു. യുവിൻ്റെ ക്ലോക്ക് വൈസ് ആയിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആരാണ്? കെ ആണ്. സോ തേർഡ് ഓപ്ഷൻ കെ ഈസ് ദ കറക്റ്റ് ആൻസർ. ഒന്നുകൂടെ പറയുന്നു, തേർഡ് ഓപ്ഷൻ കെ ആണ് കറക്റ്റ് ആൻസർ. ഇതാണ് കറക്റ്റ് പിക്ചർ. സോ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Find out which of the following figures from the options can be formed using all the pieces given in the figure. എല്ലാ പീസും യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് എണ്ണി നോക്കാം. മൊത്തം 1 2 3 4 5 2 ഡോട്ട്സ് 6 7 പിന്നെ ഇങ്ങനൊരു വി ഷേപ്പ്. 8 ഷേപ്പ് ഉണ്ടാകണം. സോ ആദ്യം നമുക്ക് 8 ഷേപ്പ് ഇല്ലാത്ത ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാം. അങ്ങനെ തന്നെ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ നടക്കും. നോക്കാം. ഇവിടെ 3 4 5 6 7 8 9 ഷേപ്പ് ഉണ്ട്. ആകെ ഇവിടെ 8 ഷേപ്പല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഇവിടെ 9 ഷേപ്പ്? എല്ലാം യൂസ് ചെയ്താലേ 8 ഷേപ്പേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് പോയി. ഇവിടെ 1 2 3 4 5 6 ഷേപ്പേ ഉള്ളൂ. 8 ഷേപ്പ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഈ 2 ഡോട്ട് മിസ്സിങ്. ഓൾ ദ പീസസ് യൂസ് ചെയ്യണം. ഏതെങ്കിലും പീസ് യൂസ് ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത്, എല്ലാ പീസും യൂസ് ചെയ്യണം. സോ ഇതും പോയി.
ഇനി ഈ നാലാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 1 2 3 4 5 6 7 ഉള്ളൂ, 8 പീസ് വേണം. ഈ ഇങ്ങനത്തെ ഒരു കർവ് മിസ്സിങ്ങാ. സോ ഇതും പോയി. അപ്പോൾ പിന്നെ ഇത് മാത്രമല്ലേ വരുള്ളൂ. ഇതിനകത്ത് 8 പീസ് ഉണ്ട് താനും. 1 2 3 4 5 6 7 8 8 പീസും യൂസ് ചെയ്തിട്ടുണ്ട്. അത് ക്വസ്റ്റ്യന് തന്നേക്കുന്ന ഫിഗറിൻ്റെ തന്നെയാണ്. സോ തേർഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് സില്ലോജിസത്തിലെ പ്രോബ്ലമാണ്. സില്ലോജിസത്തിന്റെ ബേസിക് തിയറി ഞാൻ ഈ ഫ്ലാഷ് കാർഡിൽ കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ്സ് തന്നേക്കുന്നത് നോ കീബോർഡ് ഇസ് എ മൗസ്. നോ എക്സ് ആർ വൈ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്. നോ കീബോർഡ് ഇസ് എ മൗസ് എന്ന് പറയുമ്പോൾ ഇത് കീബോർഡിന് കെ എന്ന് കൊടുക്കുന്നു, മൗസിന് എം എന്ന് കൊടുത്താൽ നോ കീബോർഡ് ഇസ് എ മൗസ് എന്ന് പറയുന്നത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓൾ മൗസസ് ആർ കമ്പ്യൂട്ടേഴ്സ്, ഓൾ എക്സ് ആർ വൈ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഓൾ മൗസസ് ആർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മൗസ് ഇസ് എ സബ്സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. Now all computers are laptops എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് is subset of computers are subset of laptops. ഇവിടെ ശ്രദ്ധിച്ച് നോക്കണം, കമ്പ്യൂട്ടേഴ്സ് സാധാരണ ലാപ്ടോപ്പ് സബ്സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആണ് സാധാരണ പറയുന്നത്. ബട്ട് ഇത് ഇമാജിനറി ആണ്. അതിനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് കോമൺലി നോൺ ഫാക്റ്റിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകും. അത് കാരണം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല. ഇങ്ങനെയാണെങ്കിൽ എന്താണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അതാണ് സില്ലോജിസം ചാപ്റ്ററിന്റെ ബേസിക് തിയറി. സോ ഇതാണ് ഫൈനൽ പിക്ചർ ആയിട്ട് വരയ്ക്കാം. ഇതിൽ നിന്ന് ഓൾ മൗസസ് ആർ ലാപ്ടോപ്സ് എന്ന് പറയാൻ പറ്റുമോ? എല്ലാ മൗസും ലാപ്ടോപ്പ് ആണെന്ന്. മൗസ് ലാപ്ടോപ്പിന്റെ അകത്താണെങ്കിൽ കറക്റ്റാ. മൗസ് എന്ന് പറയുന്ന സർക്കിൾ ലാപ്ടോപ്പ് എന്ന് പറയുന്ന സർക്കിളിന്റെ അകത്താണല്ലോ. അല്ലെങ്കിൽ പറയാം ഓൾ എക്സ് ആർ വൈ ആൻഡ് ഓൾ വൈ ആർ എക്സ് ആണെങ്കിൽ ഓൾ എക്സ് ആർ വൈ കറക്റ്റ്, ഓൾ എക്സ് ആർ വൈ ആൻഡ് ഓൾ വൈ ആർ സെഡ് ആണെങ്കിൽ ഓൾ എക്സ് ആർ സെഡ് കറക്റ്റ് ആണെന്ന്. അതൊക്കെ സിലോജിസത്തിന്റെ തിയറിയാ. അത് കേട്ടിപ്പോൾ കൺഫ്യൂസ്ഡ് ആകണ്ട. സോ ഈ പടം നോക്കിയിട്ട് തന്നെ നമുക്കിത് പറയാൻ പറ്റും. ഓൾ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ നെവർ ബി കീബോർഡ്സ്. എല്ലാ കമ്പ്യൂട്ടേഴ്സും കീബോർഡ് ആകുമോ? ആകത്തില്ല. കാര്യം കീബോർഡ് എന്ന് പറയുന്നതും കമ്പ്യൂട്ടറും തമ്മിലും ഒരു ഇന്റർസെക്ഷനും ഉണ്ടാകാൻ പാടില്ല. സോ അല്ല, നോ കീബോർഡ് ഇസ് എ മൗസ് എന്നാണ് പറയുന്നത്. സോ എല്ലാ കമ്പ്യൂട്ടേഴ്സും എന്തായാലും കീബോർഡ് ആകത്തില്ല. എല്ലാ കമ്പ്യൂട്ടേഴ്സും കീബോർഡ് ആകുമെങ്കിൽ മൗസ് എന്ന് പറയുന്നതും കീബോർഡായി പോകും. പക്ഷെ മൗസ് ഒന്നും കീബോർഡ് അല്ലെന്നാണ് പറയുന്നത്. നോ കീബോർഡ് ഇസ് എ മൗസ് എന്ന് പറഞ്ഞാൽ നോ മൗസ് ഇസ് എ കീബോർഡ്. സോ എല്ലാ കമ്പ്യൂട്ടറും കീബോർഡ് ആകുന്നത് പോസിബിളേ അല്ല. ക്യാൻ നെവർ ബി എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റാ. സോ ഫോർത്ത് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ബോത്ത് കൺക്ലൂഷൻസ് ഫോളോ. അടുത്തത് ബോഡ്മാസ് റൂളിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബോഡ്മാസ് റൂൾ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ബോഡ്മാസ് റൂൾ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ആദ്യം ഡിവിഷൻ ചെയ്യുക. 24/4 6. 6 × 2 + 8 - 4 എന്നായി ക്വസ്റ്റ്യൻ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 6 × 2 എന്താണ്? 12. 12 + 8 - 4. അഡീഷൻ 12 + 8 20 - 4 16 is the answer. The third option is the answer. അടുത്തത് ഫ്രാക്ഷൻ കമ്പാരിസൺ ആണ്. ഫ്രാക്ഷൻ കമ്പാരിസണിൽ നിങ്ങൾ ഈ 1/2 മുതൽ 1/11 വരെയുള്ള പെർസെൻറ്റേജ് പഠിച്ചാൽ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വെച്ച് തന്നെ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? 1/2 എന്ന് പറയുന്നത് 50%. 1/8 എന്ന് പറയുന്നത് 12.5%. അപ്പോൾ 7/8 അതിൻ്റെ 7 ഇരട്ടിയായിരിക്കും, 87.5% ആയിരിക്കും. അങ്ങനെ പെർസെൻറ്റേജ് വെച്ച് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഏതാണെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി വേറൊരു ടെക്നിക്ക് കൂടെ പറയാം. ഇവിടെ ഒന്ന് നോക്കിക്കേ. ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതിയാണെന്നറിയാം അല്ലെ, 50% അറിയാം. ബാക്കി എല്ലാം 50% കൂടുതലല്ലേ. 11ന്റെ 50% ആകാൻ ഇവിടെ 5.5 ആയാൽ മതിയായിരുന്നു. 11 മാങ്ങയിൽ 5.5 മാങ്ങ എടുത്താൽ പകുതി മാങ്ങ ആയില്ലേ. 11ൽ 8 എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതലല്ലേ. സോ ഇത് പകുതിയിൽ കൂടുതലാണ്. അതേപോലെ 8ൽ 7 പകുതിയിൽ കൂടുതലാണ്. 8ൽ 7 9ൽ 7 ആണെങ്കിലും പകുതിയിൽ കൂടുതലാണ്. 6ൽ 5 പകുതിയിൽ കൂടുതലാണ്. എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്തായാലും ഹാഫ് ആയിരിക്കും എന്നർത്ഥം. സ്മോളസ്റ്റ് ഇസ് ഹാഫ്. ക്വസ്റ്റ്യൻ ഇസ് ആസ്കിങ് ഗ്രേറ്റസ്റ്റ് മൈനസ് സ്മോളസ്റ്റ്. ഇനി ഗ്രേറ്റസ്റ്റ് ഏതാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവിടെയും ഈ പെർസെൻറ്റേജിൻ്റെ കാര്യം അറിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതറിയത്തില്ലെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടെ സമയമെടുക്കും ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. 7/8 7/9 7/9 ചെറുത് വേണ്ട നമുക്ക്. സോ അത് പോയി. 7/8 87.5% ആണെന്ന് അറിഞ്ഞാൽ 5/6 1/6 16.6 5/6 83.33 87.5 83.33 വലുതല്ലേ. സോ 5/6 എലിമിനേറ്റ് ചെയ്ത് കളയാം. 8/11 അതിലും ചെറുതാ. കാര്യം 8/9 തന്നെ 8/10 ആണെങ്കിൽ തന്നെ 80%. സോ 8/11 80%-ലും താഴെയാണ്. 80%-ലും താഴെയാണ്. ഇത് 87.5% ഉണ്ട് 7/8. അതുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാം ലാർജസ്റ്റ് 7/8 ആണെന്ന്.
ഗ്രേറ്റസ്റ്റ് 7/8 സ്മോളസ്റ്റ് 1/2 അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. സോ 7/8 മൈനസ് 1/2 LCM 8. സോ 7 മൈനസ് 4/8 ദാറ്റ് ഇസ് 3/8 ഇസ് ദ ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ 3/8 ഇസ് ദ ആൻസർ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് LCM HCFന്റെ ബേസിക് തിയറി അറിയണം. ഈ തിയറിയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇസ് പ്രോഡക്റ്റ് ഓഫ് ദർ GCD. GCD എന്ന് പറഞ്ഞാൽ HCF തന്നെ. HCF ആൻഡ് GCM ആണ്, GCD ആണ്. HCF and LCM ആണ്. So sum of LCM and HCF of two numbers is 854. ഞാൻ LCMന് ഓർക്കാൻ എളുപ്പത്തിന് L എന്നും HCFന് H എന്നും കൊടുക്കുന്നു. സോ L പ്ലസ് H 854 ആണെന്ന് ഫസ്റ്റ് ഇക്വേഷൻ. LCM 60 ടൈംസ്. ഓക്കെ, ഇവിടെ LCM 60 ടൈംസ് HCF എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ L എന്ന് പറയുന്നത് HCF Hന്റെ 60H ആണെന്ന്. സോ L is equal to 60H. L is equal to 60H ആണെങ്കിൽ ആ 60H എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഇത് 60H ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 60H പ്ലസ് H ഇവിടെ സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 61H is equal to 854. ഇതിൽ നിന്ന് Hന്റെ വാല്യൂ കിട്ടും. 61ഉം 854ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 14 കിട്ടും. 14 എന്ന് കിട്ടും. സോ 14 is H value. LCM is HCF is 14. Question is asking what? ഒരു നമ്പർ 70 ആണെങ്കിൽ അടുത്ത നമ്പർ ഏതാണ്? സോ അവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. പ്രോഡക്റ്റ് ഓഫ് GCD ആൻഡ് LCM ഓർ HCF ആൻഡ് LCM is പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. സോ ഒരു നമ്പർ 70ഉം അടുത്ത നമ്പർ എക്സും ആണെങ്കിൽ അതർ നമ്പർ റിക്വയർഡ് അൺനോൺ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ 70x is equal to LCM into HCF. നമുക്കിപ്പോൾ HCF 14 ആണെന്ന് കിട്ടിയില്ലേ ഓൾറെഡി. 14 ഇൻറ്റു LCM അപ്പോൾ എന്തായിരിക്കും? 60 ടൈംസ് 14 ആയിരിക്കും. 60 ടൈംസ് 14. സോ 60 ഇൻറ്റു 14. സോ 60 ഇൻറ്റു 14 എന്ന് പറയുമ്പോൾ 14 ഇൻറ്റു 6 28. One second. 14 ഇൻറ്റു 6 വരും. 60 840 എന്ന് വരും. 840 ആയിരിക്കും ഇവിടെ. 70x പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് 70 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു HCF ഇൻറ്റു LCM. HCF 14, LCM 7, 840 കിട്ടി. സോ അത് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുക. 14ഉം 70ഉം ക്യാൻസൽ ചെയ്താൽ 5 വരും. 5ഉം 840ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 840/5. 840/10 ആയിരുന്നെങ്കിൽ 84. സോ 840/5 84ൻ്റെ ഇരട്ടി 168. അങ്ങനത്തെ സ്പീഡ് മാത്സ് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ സമയം സേവ് ചെയ്യാം. സോ തേർഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് ഏജ് പ്രോബ്ലം ആണ്. പ്രസന്റ് ഏജ് ഓഫ് ഹാരിഷ് ഇസ് 8 ടൈംസ് ദ സം ഓഫ് ഏജസ് ഓഫ് ഹിസ് 2 സൺസ് അറ്റ് പ്രസന്റ്. ഞാൻ ഈ സം ഓഫ് ഏജസ് ഓഫ് 2 സൺസ് അറ്റ് പ്രസന്റിന് എക്സ് എന്ന് വിളിക്കുന്നു. ഹാരിഷിൻ്റെ ഏജിന് H എന്ന് തന്നെ വിളിക്കുന്നു. ഫസ്റ്റ് ലെറ്റർ വിളിക്കുന്നു. സോ H is equal to 8 ടൈംസ് സം ഓഫ് ഏജസ്. ഓരോ സണ്ണിൻ്റെ ഏജിനെ അല്ല, കാര്യം അവസാനം ഹാരിഷിൻ്റെ ഏജ് മാത്രമേ ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് വെറുതെ എക്സും വൈയും ഒന്നും എടുക്കാതെ ഞാൻ എക്സ് എന്ന് മാത്രം എടുക്കുന്നു. 8 ടൈംസ് എക്സ് ആണപ്പോൾ ഹാരിഷിൻ്റെ ഏജ്. പക്ഷേ ഈ എക്സ് എന്താണ്? സം ഓഫ് ഏജസ് ഓഫ് 2 സൺസ് അറ്റ് പ്രസന്റ്. ഇനി ആഫ്റ്റർ 8 ഇയേഴ്സ്, ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആഫ്റ്റർ 8 ഇയേഴ്സ് എല്ലാവരുടെയും വയസ്സ് കൂടും 8 വയസ്സ് വീതം. ഹാരിഷിൻ്റെ വയസ്സ് അപ്പോൾ എന്തോ ആകും? H+8 ആകും. ഓരോ സണ്ണിൻ്റെയും ഏജ് 8 ഇയേഴ്സ് കൂടും. അപ്പോൾ സം ഓഫ് ഏജസ് എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെ 8ഉം 8ഉം 16 കൂടുന്നതാണ്. കാര്യം ഓരോ സണ്ണിനും 2 സണ്ണില്ലേ, 2 സണ്ണിൻ്റെയും സം എക്സ് ആണ് ഏജിൻ്റെ. അപ്പോൾ X+16 ആയിരിക്കും 8 വർഷം കഴിഞ്ഞിട്ടുള്ള സം ഓഫ് ഏജസ്. അതിനെക്കുറിച്ച് പറയുന്നത് ഹാരിഷിൻ്റെ ഏജ് 2 ടൈംസ് സം ഓഫ് ഏജസ് ഓഫ് ഹിസ് സൺസ്. അപ്പോൾ H+8 എന്ന് പറയുന്നത് 2 ടൈംസ് X+16 ആണെന്ന്. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. ഇത് ഈക്വൽ ടു. സോ എങ്ങനെ സോൾവ് ചെയ്യാം? എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. നമുക്ക് H ആ വേണ്ടത്, X അല്ല വേണ്ടത്. സോ X ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. സോ അല്ലെങ്കിൽ ഈ 8x എടുത്തിട്ട് Hൻ്റെ പകരം ഇട്ടിട്ട് X കണ്ടുപിടിച്ചിട്ട് H കണ്ടുപിടിക്കാം. അങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യാം നമുക്ക്. 8x + 8 is equal to ഇത് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ 2x + 32 എന്ന് വരും. ദാറ്റ് ഇസ് 6x = 24 എന്ന് വരും. X is equal to 4. X എന്താണ്? സൺ 2
സൺസിൻ്റെ പ്രസൻറ്റ് ഏജിൻ്റെ സമ്മ് അതിൻ്റെ 8 ഇരട്ടിയാണ് ഹാരിഷിൻ്റെ ഏജ്. അപ്പോൾ ഹാരിഷിൻ്റെ ഏജ് 8 × 4 32 അല്ലേ. സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ്. അടുത്തത് പെർസെൻറ്റേജ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ എക്സാമിനേഷൻ ഇറ്റ് ഇസ് റിക്വയർഡ് ടു ഗെറ്റ് 300 മാർക്സ് ടു പാസ്. സോ പാസ് മാർക്ക് PM എന്ന് പറയുന്നത് 300 ആണെന്ന് പറയുന്നു. എ സ്റ്റുഡൻറ് ഗെറ്റ്സ് 225 മാർക്ക് ആൻഡ് ഇറ്റ് ഇസ് ഡിക്ലെയർഡ് ഫെയിൽ ബൈ 10 മാർക്സ്. 10 മാർക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ 10% മാർക്ക് കൂടെ വേണം ജയിക്കാനെന്ന്. ഏതിൻ്റെ? മാക്സിമം മാർക്കിൻ്റെ 10%. സോ മാക്സിമം മാർക്കാണ് നമുക്ക് അറിയാത്തത്. സോ എക്സ് ആണ് മാക്സിമം മാർക്ക് എന്ന് അസ്യൂം ചെയ്താൽ 10% ഓഫ് എക്സ് 10% ഓഫ് എക്സ് മാർക്കിനാണ് തോറ്റുപോയത് എന്ന് വെച്ചാൽ ഈ പാസ് മാർക്ക് 300-ഉം 225 എന്ന് പറഞ്ഞ് സ്റ്റുഡൻറ്റ് വാങ്ങിയ മാർക്കും തമ്മിലുള്ള വ്യത്യാസം 75 എന്ന് പറയുന്നത് 10% ഓഫ് എക്സ് ആണെന്ന് പറയാൻ പറ്റില്ലേ? ഇത് ലോജിക്കലി ആലോചിച്ചാൽ 10% ഓഫ് എക്സ് 75 ആണെങ്കിൽ 100% ഓഫ് എക്സ് അതിൻ്റെ 10 ഇരട്ടിയല്ലേ? അങ്ങനെ സ്പീഡ് മാത്സ് ചെയ്താൽ ഈസി ആവും. സോ 750 ആയിരിക്കും 100% ഓഫ് എക്സ്. അതാണ് നമ്മുടെ ആൻസർ 750. അടുത്ത ക്വസ്റ്റ്യൻ റേഷ്യോ പ്രൊപ്പോർഷൻ ആവറേജിൻ്റെ ഐഡിയയും ആവശ്യമുണ്ട്, ബാച്ച് ആവറേജിൻ്റെ ഐഡിയ. സോ ബാച്ച് ആവറേജിൻ്റെ ഐഡിയ ആദ്യം നമുക്ക് റേഷ്യോ വെച്ചിട്ട് റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ക്ലാസ്സസ് 3:2. മൊത്തം 40 സ്റ്റുഡൻസ് ഉണ്ട്. 3:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്റ്റുഡൻസ് ആവും? 3 ബോയ്സ് ആണെങ്കിൽ 2 ഗേൾസ്, 30 ബോയ്സ് ആണെങ്കിൽ 20 ഗേൾസ്, മൊത്തം 40 പേരേ ഉള്ളൂ. സോ 3x + 2x 5x ആൾക്കാരുണ്ട്, അതാണ് 40 എന്ന് പറയുന്നത്. സോ x = 8 എന്ന് വരും. സോ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി 8 എന്ന് കിട്ടി. അപ്പോൾ 3x എന്ന് പറയുന്നത് 3 × 8 24-ഉം 3 × 8 24-ഉം അതേപോലെ 2x എന്ന് പറയുന്നത് 2 × 8 16-ഉമാണ്. സോ 24-ഉം 16-ഉമാണ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം. 40 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ 24 ബോയ്സും 16 ഗേൾസും. ഇനി ആവറേജ് മാർക്സ് ഓഫ് ബോയ്സ് ഇസ് 42. ബാച്ച് ആവറേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുക. ബാച്ച് ആവറേജ് എന്ന് പറഞ്ഞാൽ M ഒബ്സർവേഷൻ ഹാവ് ആവറേജ് A1, N ഒബ്സർവേഷൻ ഹാവ് ആവറേജ് A2. സോ M × A1 + N × A2 ഡിവൈഡഡ് ബൈ M + N ആണ് കമ്പൈൻഡ് ആവറേജ്. എന്ന് വെച്ചാൽ 24 ബോയ്സ് ഹാവ് ആവറേജ് 42. സോ 24 × 42. 16 ഗേൾസ് ഹാവ് ആവറേജ് 46. സോ 16 × 46 ഡിവൈഡഡ് ബൈ 24 + 16 ദാറ്റ് ഇസ് 40 ടോട്ടൽ സ്റ്റുഡൻസ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഉത്തരം കിട്ടും. സിംപ്ലിഫൈ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചെയ്തോളാം. 43.6. ഇതിന് വേറെ ഇംപ്രവൈസേഷൻ ഉണ്ട്. ഈ 24-ഉം 16-ഉം 40 ഒഴിവാക്കിയിട്ട് 3-ഉം 2-ഉം 5-ഉം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് തൽക്കാലം ഡിസ്കസ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്, തൽക്കാലം പോട്ടെ. സോ 43.6 വിൽ ബി ദ കറക്റ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ. സം ഓഫ് 3 numbers is 136 if the ratio between first number and second number is 2:3. എന്ന് വെച്ചാൽ ആദ്യത്തെ നമ്പർ 2x-ഉം രണ്ടാമത്തെ നമ്പർ 3x-ഉം ആണെങ്കിൽ സെക്കൻഡ് നമ്പറും തേർഡ് നമ്പറും 5:3 റേഷ്യോയിലാണെന്ന്. എന്ന് വെച്ചാൽ സെക്കൻഡ് നമ്പർ 5y-യും ഇത് 3y-യും ആയിരിക്കണമെന്ന്. സോ ഇത് 3x-ഉം 5y-യും എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ 3-ൻ്റെയും 5-ൻ്റെയും ഒരു കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് എടുത്താൽ എളുപ്പമാവും. 3-ൻ്റെയും 5-ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ ഏതാ? 15 ഒരു കോമൺ മൾട്ടിപ്പിളാണ്. സോ 15 ആണ് സെക്കൻഡ് നമ്പർ എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് 15 ആണെങ്കിൽ ഈ 2:3 ആകാൻ ഇത് 10 ആകണ്ടേ? 3x 15 ആണ്. സോ x is 5. സോ 2x is 10. സോ ഫസ്റ്റ് നമ്പർ 10-ഉം സെക്കൻഡ് നമ്പർ 15-ഉമായി. അങ്ങനെയാണെങ്കിൽ തേർഡ് നമ്പർ എന്താണ്? സെക്കൻഡ് നമ്പർ 15 ആണെങ്കിൽ തേർഡ് നമ്പർ 5x is 15. സോ 3x is what? 9. സോ 3 × 5 is 15. സോ 3 × 3 is 9. സോ 10, 15 and 9 ആണ് ഞാൻ നമ്പേഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഈ നമ്പേഴ്സ് നമുക്ക് മാറ്റാൻ വേണമെങ്കിൽ അതുകൊണ്ട് നമുക്ക് 10k, 15k, 9k എന്നങ്ങ് എടുക്കാം. 10k, 15k, 9k be the 3 numbers that is satisfying this 2:3 and 5:3 ratio. അത് തമ്മിൽ കൂട്ടുന്നതല്ലേ അപ്പോൾ 136. സോ അത് തമ്മിൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ 25 + 9 34k is equal to 136. So k is equal to 68, 136. So k is equal to 4. Constant of proportionality 4 ആണ്. ഫസ്റ്റ് നമ്പർ അപ്പോൾ എന്തായിരിക്കും? 10k. 10k എന്ന് പറഞ്ഞാൽ 10 × 4 വരും, 40 വരും. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. ദാറ്റ് ഇസ് ഹൗ ടു സോൾവ് ഇറ്റ്. അടുത്തത് പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ടിൻ്റെ ഐഡിയ ആണ്. പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ടിൽ ഈ ലോജിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്താൽ വളരെ എളുപ്പമാണ്. ഈ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഒത്തിരി സമയമെടുക്കും. ഈ ലോജിക്കൽ ഫോർമുല വെച്ചിട്ട് വേഗം ചെയ്യാൻ പറ്റും. So നോക്കാം നമുക്ക്. An item is sold for 504 after allowing a 20% discount and still a profit of 5% is earned. ആദ്യം നമുക്ക് ഡിസ്കൗണ്ടിനെ കുറിച്ച് ആലോചിക്കാം.
ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മാർക്ക്ഡ് പ്രൈസിന്റെ മേൽ കൊടുക്കുന്നതല്ലേ ഡിസ്കൗണ്ട്. സോ മാർക്ക്ഡ് പ്രൈസ് MP എന്ന് കൊടുക്കുന്നു. സോ 100% ഓഫ് മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് 20% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ബാക്കി വരുന്നതാണ് 504 എന്ന് പറയാം. അല്ലെങ്കിൽ 80% ഓഫ് മാർക്ക്ഡ് പ്രൈസ് ആണ് 504 എന്ന് കിട്ടും. ദിസ് ഇസ് ദ ഇക്വേഷൻ യു ക്യാൻ ഫോം. ബിക്കോസ് 504ലാണ് സെല്ല് ചെയ്തത്. സോ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100% മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഓഫ് മാർക്ക്ഡ് പ്രൈസ്. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മാർക്ക്ഡ് പ്രൈസ് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, 630 എന്ന് കിട്ടും. മാർക്ക്ഡ് പ്രൈസ് 630. നമുക്കിനി കോസ്റ്റ് പ്രൈസ് അറിയണം. 5% പ്രോഫിറ്റ് കിട്ടി 504ൽ വിറ്റിട്ട് പോലും. എന്ന് വെച്ചാൽ 504 is the selling price after a profit of 5% on the cost price. So cost price CP എന്ന് വിളിച്ചാൽ അതിൽ 5% ഓഫ് CP ആഡ് ചെയ്താൽ 105% ഓഫ് CP എന്ന് ഡയറക്റ്റ്ലി എഴുതാം. അത് ഈ ഫസ്റ്റ് ലോജിക്കൽ ഷോർട്ട് കട്ട് വെച്ചിട്ടാണ്. സോ 105% ഓഫ് CP 504 ആണെന്ന് ഇക്വേറ്റ് ചെയ്താൽ CPയുടെ വാല്യൂ അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്താൽ CPയുടെ വാല്യൂ 480 എന്ന് കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. സോ CP is 480, MP is 630. Question is asking marked price is how much more than the cost price. So marked price minus cost price ആണ്. So 630 minus 480 ആണ് ചോദിച്ചേക്കുന്നത്. That is 150. Third option is the answer. That is how to solve it. അടുത്തത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് I is equal to PRT/100 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുല യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ലോജിക് അറിഞ്ഞാൽ വളരെ ഈസിയാണ്. സോ ഒരു എമൗണ്ട് ഉണ്ട്, അത് 3 ഇയേഴ്സിൽ 2356 ആയെന്ന്. 3 ഇയേഴ്സിൽ. അപ്പോൾ ആദ്യത്തെ വർഷവും പലിശ കിട്ടി, രണ്ടാമത്തെ വർഷവും പലിശ കിട്ടി, മൂന്നാമത്തെ വർഷവും പലിശ കിട്ടി. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പലിശ എപ്പോഴും സെയിം ആയിരിക്കും, ഒരേ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ എക്സ് ആണ് പലിശയെങ്കിൽ 3x ആണ് ഈ 3 വർഷത്തെ പലിശ എന്ന് പറയാം. ഈ എക്സ് എത്രയാ, ഓരോ വർഷത്തെ പലിശ എത്ര നമുക്ക് അറിയത്തില്ല. അതറിയാനായിട്ടാണ് മൂന്നാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ 2356 കിട്ടി. 2356 കിട്ടി തേർഡ് ഇയർ കഴിഞ്ഞപ്പോൾ. 0th ഇയറിൽ ഇതായിരുന്നു, പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ഇത്, സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ ഇത്, പിന്നെ തേർഡ് ഇയർ. പിന്നെ 5th ഇയർ ആയപ്പോഴത്തേക്ക് 2660 ആയിരുന്നു. 5th ഇയർ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th ഇയർ കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം കൂടെ കഴിഞ്ഞപ്പോൾ 5th ഇയർ ആയി. എന്ന് വെച്ചാൽ 2 ഇൻട്രസ്റ്റ് കൂടെ ജനറേറ്റ് ആയി. x+x 2x ആണ് ഇൻട്രസ്റ്റ് ജനറേറ്റ് ആയത്. അത് 2660 ആണ്. ഈ 2x എന്ന് പറയുന്നത് 2660യും 2356ൻ്റെയും ഡിഫറൻസ് ആണ്. കാര്യം 2660 ആണ് പുതിയ എമൗണ്ട്. 2356 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 304. 304 ഇസ് the interest generated for 2 years. Because third year in the 5th year ലോട്ട് 2 years ഉണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ എന്താണ്? 152 ആണ്. 152 എക്സിൻ്റെ വാല്യൂ ആണ്. നമുക്ക് എന്താ വേണ്ടേ? ഈ എക്സിൽ നിന്ന് 3x കണ്ടുപിടിച്ചാൽ 3x is what? 1 second എന്നുള്ള. ഓക്കെ, കറക്റ്റ്. ഓക്കെ, സോ 3x അപ്പോൾ എന്തായിരിക്കും? 3x 152 ഇൻറ്റു 3 ആണ്. 152 ഇൻറ്റു 3 വരുമ്പോഴത്തേക്ക് 456 എന്ന് വരും. 456 ആണ് ആദ്യത്തെ 3 വർഷം കൊണ്ടുണ്ടായ പലിശ. അപ്പോൾ ഈ 3 വർഷത്തിന് മുമ്പുള്ള എമൗണ്ട് കണ്ടുപിടിക്കാൻ 2356 നിന്ന് 456 കുറച്ചാൽ പോരെ. 2356 മൈനസ് 3x ഇസ് ദ ആൻസർ. 3x നമുക്കിപ്പോൾ 456 എന്ന് കിട്ടി. അത് കുറച്ചാൽ 1900 എന്ന് കിട്ടും. 1900 എന്ന് കിട്ടും. സോ 1900 ഇസ് ദ ആൻസർ. തേർഡ് ഓപ്ഷൻ 1900. അടുത്ത ക്വസ്റ്റ്യൻ ജോമെട്രി ക്വസ്റ്റ്യൻ ആണ്. ഡയഗണൽ സ്ക്വയറിന്റെ ഡയഗണൽസ് 2 ഈക്വൽ ആണെന്നുള്ള ഐഡിയ ആണ്. പിന്നെ ഏരിയ ഓഫ് സ്ക്വയറും ഇമ്പോർട്ടൻ്റ് ആണ്. മെൻസുറേഷനിലുള്ള ഏരിയ ഓഫ് സ്ക്വയറും. ലെങ്ത് ഓഫ് ഡയഗണൽസ് ആർ 4k + 6 and 7k - 3 ഫോർ എ സ്ക്വയർ. സോ അത് 2 ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് 4k + 6 is equal to 7k - 3 എന്ന് എടുക്കാം. അതിൽ നിന്ന് kയുടെ വാല്യൂ കണ്ടുപിടിക്കുക. 3k is equal to 9. സോ k is 3. k is 3 എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് ഏതാ? 4k + 6. അപ്പം 4 × 3 + 6 ആയി. 12 + 6 18 ആണ് ഡയഗണൽ. അത് തന്നെ ആയിരിക്കും ഇതും 18.
സോ സ്ക്വയറിന്റെ ഡയഗണൽ 18 ആണെങ്കിൽ ഹാഫ് ഡയഗണൽ സ്ക്വയർ ആണ് ഏരിയ ഓഫ് എ സ്ക്വയർ ഇഫ് ഡയഗണൽസ് ഗിവൺ. സോ ഹാഫ് ഇൻറ്റു 18 സ്ക്വയർ, 18 സ്ക്വയർ 324, അതിൻ്റെ പകുതി 324ന്റെ പകുതി 162. സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. സൂപ്പർ ഈസി. അടുത്തത് മെൻസുറേഷന്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. വോളിയം ഓഫ് എ സിലിണ്ടർ, വോളിയം ഓഫ് എ സിലിണ്ടർ πr സ്ക്വയർ h ആണ്. πr സ്ക്വയർ h ആണ് വോളിയം, πr സ്ക്വയർ h ആണ്. അതേപോലെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ 2πr h. ടോട്ടൽ സർഫസ് ഏരിയ കൊടുത്തേക്കുന്നത് കർവ്ഡ് സർഫസ് ഏരിയ 2πr h. സോ πr സ്ക്വയർ h 396 ആണെന്ന് പറയുന്നു, റേഡിയസ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. സോ പൈ 22/7, റേഡിയസ് 3 സ്ക്വയർ ഇൻറ്റു h 396. ഇതിൽ നിന്ന് നമുക്ക് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ 22ഉം 396ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 11 വെച്ച് ക്യാൻസൽ ചെയ്യാം, 2. സോ ദിസ് ഇസ് 36. 36 and 2 cancels, 18. 18 and 3 square cancels, 2. സോ h is equal to 14 എന്ന് കിട്ടും. ഹൈറ്റ് 14 ആയിട്ടുള്ളൊരു സിലിണ്ടർ ആയത്, 14 ഹൈറ്റ് ഉള്ളൊരു സിലിണ്ടർ, അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ റേഡിയസ് 3 ആണെന്ന് തന്നിട്ടുമുണ്ട്. ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഇസ് 2πr ഇൻറ്റു ഹൈറ്റ്. നിങ്ങൾ ഈ ഫോർമുലകൾ അറിഞ്ഞിരിക്കണം. സോ 2 ഇൻറ്റു 22/7, അപ്രോക്സിമേറ്റ്ലി പൈ 22/7 ആയതുകൊണ്ട് 3 ഇൻറ്റു 14. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. 7ഉം 14ഉം പോയിട്ട് 2. 2 ഇൻറ്റു 22 ഇൻറ്റു 2, 2 ഇൻറ്റു 22, 44 ഇൻറ്റു 2, 88 ഇൻറ്റു 3. 88 ഇൻറ്റു 3 വരുമ്പോൾ 3 ഇൻറ്റു 6, 6 ഇൻറ്റു 2 12, 12 ഇൻറ്റു 2 24, 24 ഇൻറ്റു 11 ദാറ്റ് ഇസ് 264 എന്ന് വരും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. 264 ഇസ് ദ കർവ്ഡ് സർഫസ് ഏരിയ. സോ ഈ ഫോർമുല ആയിരുന്നു ആവശ്യമായിട്ട് വരുന്നത്. അടുത്തത് വർക്ക് ആൻഡ് ടൈം അല്ലെങ്കിൽ പൈപ്പ് ആൻഡ് സിസ്റ്റേൺ ചാപ്റ്ററിൻ്റെ ഐഡിയ ആണ്. ഇതിൽ യൂണിറ്ററി മെത്തേഡ്, LCM മെത്തേഡ് എന്ന് പറഞ്ഞ് 2 മെത്തേഡ് ഉണ്ട്. ഈ ക്വസ്റ്റിന് യൂണിറ്ററി മെത്തേഡ് തന്നെ ആവശ്യമുള്ളൂ. സോ യൂണിറ്ററി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലെറ്റ് ടോട്ടൽ വർക്ക് ബി 1. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഫില്ലിങ് എ ടാങ്ക്. ഒരു വർക്കാണെങ്കിൽ 1 അവർ വർക്ക് എത്ര എന്ന് കണ്ടുപിടിക്കണം. 1 അവർ വർക്ക് 6 അവർ കൊണ്ട് ഈ ടോട്ടൽ 1 വർക്ക് തിന്നും. ഇപ്പോൾ ഒരു പിസ്സ കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഒരു പിസ്സ കഴിക്കാൻ 6 മണിക്കൂർ എടുക്കുമെങ്കിൽ 1 മണിക്കൂറിൽ ആ പിസ്സയുടെ 1/6 അല്ലേ കഴിക്കുന്നത്. 1 അവർ വർക്ക് 1/6 ഓഫ് ദ ടോട്ടൽ വർക്ക്. ആഫ്റ്റർ ഹാഫ് ദ ടാങ്ക് ഇസ് ഫിൽഡ്. അപ്പോൾ 6 മണിക്കൂർ വേണം മൊത്തം ജോലിയും തീരണമെങ്കിൽ. ആഫ്റ്റർ ഹാഫ് ദ ടാങ്ക് എന്ന് പറഞ്ഞാൽ ആ ഹാഫ് ദ ടാങ്ക് ഫില്ല് ചെയ്യാൻ തന്നെ, ഇതാണ് ടാങ്ക് എങ്കിൽ അതിൻ്റെ പകുതി ഫില്ല് ചെയ്യാൻ തന്നെ 3 മണിക്കൂർ എടുത്തു. 3 മണിക്കൂർ എടുത്തിട്ട് പിന്നെ 3 more സിമിലർ ടാപ്സ് വെയർ ഓപ്പൺഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ 3 മണിക്കൂറിൻ്റെ കാര്യം പോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പകുതി വർക്ക് ചെയ്യാൻ, ഇപ്പോൾ ടോട്ടൽ വർക്കിലെ പകുതി വർക്ക് കഴിഞ്ഞു, ബാക്കി പകുതി വർക്ക് ചെയ്യാൻ എത്ര ടാപ്പ് വർക്ക് ചെയ്തു? 1 അല്ല 3 ടാപ്പ് കൂടെ എന്ന് പറഞ്ഞാൽ 1 3 4 ടാപ്പ്. ഓൾറെഡി ഒരു ടാപ്പ് ഉണ്ട്, 1 3 4 ടാപ്പ്. ഒരു ടാപ്പ് 1 മണിക്കൂറിൽ 1/6 വർക്ക് ചെയ്യും. അപ്പം 4 ടാപ്പ് 1 മണിക്കൂറിൽ 4 times 1/6 വർക്ക് ചെയ്യത്തില്ലേ? 1 മണിക്കൂറിലെ 4 ടാപ്പിൻ്റെ വർക്ക് ഇത്രയവാ. ഇനി എത്ര മണിക്കൂറൂടെ വേണമെന്നാൽ ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് അവേഴ്സ് റിമൈനിങ്. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പകുതി വർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വർക്കിന് എക്സ് അവേഴ്സ് വേണമെങ്കിൽ 1 മണിക്കൂറിൽ ഇത്രയാണെങ്കിൽ എക്സ് അവേഴ്സിൽ 4 × 1/6 × എക്സ്, അതെന്ന് പറയുന്ന പകുതി വർക്ക് തീർക്കാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിനെ സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. ഇതിനെ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 2ഉം 3ഉം പോയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 3/4 എന്ന് വരും. 3/4 hours is 3/4 into 60 minutes, that is 45 minutes. So 3 മണിക്കൂർ പകുതി തീർക്കാൻ പിന്നെ 45 മിനിറ്റ് കൂടെ. സോ 3 hours 45 minutes is the answer. അടുത്തത് ട്രെയിൻ പ്രോബ്ലത്തിൽ നിന്നാണ്. ട്രെയിൻ പ്രോബ്ലത്തിൽ സ്പീഡ് ഡിസ്റ്റൻസ് ടൈമിൻ്റെ ബേസിക് ഐഡിയ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. പിന്നെ 6 സിറ്റുവേഷൻസ് വരും. ഇതിലെ സെക്കൻഡ് സിറ്റുവേഷൻ എവിടെ ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ലെങ്ത് ആണ്. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. പക്ഷേ ഒരു ട്രെയിന് ക്രോസ് ചെയ്യുമ്പോൾ, ലോങ് ടണൽ ക്രോസ് ചെയ്യുമ്പോൾ സ്റ്റേഷനറി ഒബ്ജക്ട് ക്രോസിംഗ്, ട്രെയിൻ ഇസ് ട്രൈങ് ടു ക്രോസ് എ സ്റ്റേഷനറി ഒബ്ജക്ട് വിച്ച് ഇസ് ഹാവിങ് സം ലെങ്ത്. ആ കേസിൽ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ലെങ്ത് ഓഫ് ട്രെയിൻ നമുക്ക് അറിയത്തില്ല, സോ അതിനെ എക്സ് എന്ന് വിളിക്കുന്നു. സോ എക്സ് പ്ലസ് 350 മീറ്റർ ലോങ് ടണൽ. സോ എക്സ് മീറ്റർ ഉള്ള ട്രെയിന് 350 മീറ്റർ ഉള്ള ടണൽ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 350 ആണ് ഡിസ്റ്റൻസ്.
ദാറ്റ് ഇസ് ഈക്വൽ ടു സ്പീഡ് ട്രെയിനിന് മാത്രമല്ലേ ഉള്ളൂ 80. ബട്ട് ഒരു കാര്യം ആലോചിക്കണം, ഇത് കിലോമീറ്റർ പെർ അവറിലും ഇത് മീറ്റർ സെക്കൻഡിലുമാണ്. ആൻസർ മീറ്ററിലാണ് വേണ്ടത്. സോ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈ ഫ്ലാഷ് കാർഡിൽ കൊടുത്തേക്കുന്ന ഈ ഐഡിയ. സോ 80യെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ. ഇൻറ്റു ടൈം 36 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. 18ഉം 36ഉം പോയിട്ട് 2 into 5 10 into 80 800. So x plus 350 equal to 800. So x is equal to 450. X is equal to 450. Fourth option is the answer. അടുത്ത ക്വസ്റ്റ്യൻ മീൻ മീഡിയൻ മോഡിന്റെ ആണ്. മോഡ് എന്ന് പറയുന്ന മാക്സിമം ഒക്കറിംഗ് ഒബ്സർവേഷൻ ആണ്. അത് മൾട്ടിപ്പിൾ വാല്യൂസും വരാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഈ മോഡ് 4 ആണ് തന്നേക്കുന്നതെന്ന് പറയുന്നു. സോ ഇവിടെ 4 2 തവണ 2 2 തവണ. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് കൺസിഡർ ചെയ്തില്ലെങ്കിൽ 2 മോഡുണ്ട്. പക്ഷേ ക്വസ്റ്റ്യന് പറയുന്ന ഒരു മോഡേ ഉള്ളെന്നാ. ഒരു മോഡേ ഉള്ളെങ്കിൽ 4 2 തവണ പോരാ, 2ൽ കൂടുതൽ വരണം. കാര്യം 2 ഓൾറെഡി 2 തവണയുണ്ട്. സോ അതും മോഡാകാൻ ഈക്വലി റൈറ്റ് ഇല്ലേ? സോ 4ന് ഒരു തവണയും കൂടെ എങ്കിലും വരണം. അപ്പോൾ 2p ഒന്നുകിൽ 4 ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് 4 ആകണം. 2p + 1 4 ആകത്തില്ല. കാര്യം 2p + 1 എന്ന് പറഞ്ഞാൽ 2p എന്ന് പറയുന്നത് ഈവൻ നമ്പർ + 1 ഓഡ് നമ്പറേ ആവത്തുള്ളൂ. 4 ഒരു ഓഡ് നമ്പർ അല്ല. സോ അപ്പോൾ 2p 4 ആണെന്നർത്ഥം. സോ 2 into 2 is 4. സോ 2 into 2 is 4 എന്ന് പറഞ്ഞാൽ പിയുടെ വാല്യൂ നമുക്ക് 2 ആണെന്ന് കിട്ടി. അതിൽ നിന്ന് എന്ന് വെച്ചാൽ ഈ നമ്പേഴ്സ് 2 2 3 2p 4 2 into 2 + 1 5 4 4 5 6 എന്ന് വരും. അതിന് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഈ പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഈ ഡേറ്റയുടെ ഉദ്ദേശം. സോ പിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് കെയുടെ വാല്യൂവും കിട്ടണം, k - 2p കിട്ടാൻ. കെയുടെ വാല്യൂ കിട്ടാൻ ഈ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 3 + 4 + 9 + 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 3 + 4 7 7 + 9 16 16 + 10 26 34 40 40 + 2k + k + 6 40 + 2k + k + 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1 2 3 4 5 6 7 8 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ കെയുടെ വാല്യൂവും കിട്ടും. സോ 40 + 6 46 + 3k is equal to 64. 3k is equal to 64 - 46 18. സോ കെയുടെ വാല്യൂ ഡിറൈവ് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ 6 എന്ന് വരും. കെയുടെ വാല്യൂ 6 കിട്ടി, പിയുടെ വാല്യൂ 2 കിട്ടി. നമുക്ക് k - 2p ആ വേണ്ടേ. സോ 6 - 2 into 2 4 6 - 4 2 ആണ്. സോ തേർഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. അടുത്തത് ട്രയാങ്കിൾ. സിമിലാരിറ്റി ട്രയാങ്കിൾ യൂസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ദെൻ ഈ പ്രോപ്പർട്ടി സ്കൂളിൽ പഠിച്ചത് തന്നെയാണ് ഇവിടെ ആവശ്യം. ഇന്നർ ട്രയാങ്കിൾ ABC പടം വരയ്ക്കുക, ദെൻ ഈസി ആയിരിക്കും. സോ DE is parallel to BC. സോ ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ DE എന്ന് പറയുന്നത് പാരലൽ ടു BC ആണ്. ഇഫ് AD is equal to 6 DB is equal to 4 AE is equal to 9 അങ്ങനെയാണെങ്കിൽ ഈ ADEയും ABCയും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് വെച്ചിട്ട് AD/DB is equal to AE/EC. AD എന്താണ്? 6/4 is equal to AE 9/EC. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. സോ 6 4 3/2 എന്ന് വരും. 3ഉം 9ഉം പോയിട്ട് 3. EC is equal to 6 എന്ന് വരും. EC 6 ആണ്. സോ തേർഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. So that were the 35 questions that came in this paper. So hope all of you understood these concepts. മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കോമെൻറ്റിൽ ഒന്ന് പറയുക നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഈ സെഷൻ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ we will come up with more sessions. So do let us know whether this video was useful for all of you, and stay tuned for more such initiatives from us. So do hit the like button and do share this video to maximum people. And മറ്റ് CUETയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും അല്ല കഴിഞ്ഞ എക്സാം എഴുതിയവർക്കും എല്ലാം you can share this, and you can check out my YouTube channel for more speed math tricks and other questions for learning. And ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കൂടുതൽ CUETയുടെ കണ്ടന്റ് ഇനിയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. So that's it. All the best all of you. So let's conclude for today.
ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മിനിമം ടൈമിൽ ഈ 35 ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാനാണ് നമ്മൾ ശ്രമിച്ചത്. ഈ ഓരോ കോൺസെപ്റ്റ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ യു ക്യാൻ ബി പാർട്ട് ഓഫ് അവർ ഫുൾ ലെങ്ത് കോഴ്സസ് ഓൾസോ. That's it. Thank you all of you. Take care all of you. All the best. Have a good day.